പൂർവപിതാക്കളാം അപ്പോസ്തലർ ദൂരവേ ദർശിച്ചി ഭാഗ്യദേശം. ആകയാൽ ഛേദമെന്നെണ്ണി ലാഭം അന്യരെന്നെണ്ണി ലോകമതിൽ യാത്ര ചെയ്യും ഞാൻ ക്രൂശെ നോക്കി, യുദ്ധം ചെയ്യും ഞാൻ യേശുവിനായി, ജീവൻ വച്ചിടും രക്ഷകനായി അന്ത്യശ്വാസം വരെയും. വാഴ്ത്തുക എന്റെ മനമേ എന്ന് സങ്കീർത്തനക്കാരൻ ആത്മകഥം ചെയ്യുമ്പോൾ അതിന്റെ ന്യായം പറയുന്നത് അവന്റെ ഉപകാരങ്ങളൊന്നും മറക്കരുതെന്ന്. ദൈവത്തിന്റെ നന്മകളെ മറക്കാതിരിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ ദൈവത്തെ സ്തുതിപ്പാൻ സാധിക്കൂ. ഇവിടെ ഇരിക്കുന്ന നിങ്ങളിൽ ആരെങ്കിലും ഒരാള് ദൈവത്തെ സ്തുതിക്കുന്നില്ലെങ്കിൽ അതിന്റെ അർത്ഥം ഞങ്ങൾ മനസ്സിലാക്കുന്നത് നിങ്ങൾക്ക് ദൈവം ഒരു നന്മയും ചെയ്തിട്ടില്ലെന്നല്ല, നിങ്ങൾക്ക് ദൈവം ചെയ്ത നന്മകളെല്ലാം നിങ്ങൾ മറന്നുപോയതാണ്. ദൈവം എല്ലാവർക്കും നല്ലത്. ദൈവം എനിക്ക് ഉപകാരം ചെയ്തു എന്ന് ബോധ്യമുള്ള ഒരു വ്യക്തിക്ക് ഒരിക്കലും മൗനമായിരിക്കാൻ കഴിയില്ല. ഞാൻ ആവർത്തിച്ച് പറയുന്ന ഒരു കാര്യമാണ്, ദൈവസന്നിധിയിലെ മൗനം നന്ദിയുടെ അരങ്ങേറ്റം. സ്വർഗം ഒരു സ്തുതിയുടെ സ്ഥലമായിരിക്കുവാൻ കാരണം സ്വർഗം നന്ദിയുടെ ഒരു സ്ഥലമായതുകൊണ്ടാണ്. അതിപ്പോഴേ പ്രാക്ടീസ് ചെയ്ത് തുടങ്ങണം. ദൈവത്തെ ഇവിടെ വെച്ച് സ്തുതിക്കാത്തവൻ അവിടെ സ്തുതിക്കുകയില്ല, പോകുകയില്ല. ആകെയാൽ നമുക്ക് എല്ലാവർക്കും കർത്താവിനെ സ്തുതിക്കാം. ദൈവമക്കൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഞാൻ ചില വർഷങ്ങൾക്ക് മുമ്പ് ഒരു ഓർത്തഡോക്സ് പട്ടക്കാരനായിട്ട് 5-6 വർഷം ശുശ്രൂഷ ചെയ്ത ആളാണ്. ഈ പട്ടണ സഭകളിൽ നടക്കുന്ന കുർബാന എന്ന് പറയുന്ന ആ കർമ്മം പൊതുവെ പറയുകയാണെങ്കിൽ ഒരു വൺ മാൻ പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ ഒരാൾ നിന്ന് ചില കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെയ്യുന്നു, ചൊല്ലുന്നു, മറ്റുള്ളവരെല്ലാം ചേർന്ന് ആമേൻ പറയും. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. എന്നാൽ വേർപെട്ട ദൈവമക്കളുടെ ഇടയിലെ ശുശ്രൂഷ ഒരു വൺ മാൻ ബിസിനസ് ആണ്. പത്രോസ് 11 പേരോട് കൂടെ നിന്നുകൊണ്ട് അത് വചനം ശുശ്രൂഷിച്ച ഒരു ശുശ്രൂഷയാണ് നമ്മുടെ. സുന്ദരൻ എന്ന ദൈവാനുഭവത്തിൽ ഇരുന്ന ആ മുടന്തനോട് പത്രോസ് എന്നെ നോക്കുക എന്നല്ല പറഞ്ഞത്, പിന്നെ ഞങ്ങളെ നോക്കുക എന്ന്. നീ പ്രാർത്ഥിക്കുമ്പോൾ ഇങ്ങനെ വരണമെന്നല്ല യേശു പറഞ്ഞത്, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഇങ്ങനെ വരണമെന്നാണ്. എല്ലാം നമ്മളെ മനസ്സിലാക്കുന്നത് നാം സഭയായിട്ട് ആണ് ഈ ശുശ്രൂഷ നിർവഹിക്കുന്നതെന്നാണ്. ദൈവത്തെ വിചാരിച്ച് എന്നെയും നല്ല ഒരൊറ്റ ദൈവദാസനെയും നിങ്ങൾ തനിയെ അധ്വാനിക്കാൻ വിടരുത്. ഞാൻ നിങ്ങളെ ആരെയും വിമർശിച്ച് പറയല്ല. ചില സ്ഥലങ്ങളിലൊക്കെ പ്രസംഗിക്കാൻ ചെന്നാൽ ഞങ്ങൾക്ക് ഇങ്ങനെ തോന്നിയിട്ടുണ്ട്, ചില ആളുകളുടെ ഒക്കെ ഇരിപ്പുമൊക്കെ കണ്ടാൽ ഈ മെലീക്കാ ദ്വീപിലെ ആ ദേശവാസികൾ പൗലോസ് അപ്പോസ്തലന്റെ കയ്യിൽ കൂടി അണലി തൂങ്ങുന്നത് കണ്ടപ്പോ ഇവൻ എന്ത് ഭവിക്കും എന്ന് കാണാനായിട്ട് ഇങ്ങനെ ചുറ്റും നോക്കി നിന്നതുപോലെ ഇയാൾക്ക് എന്ത് ഭവിക്കും എന്ന് കാണാൻ ചില ആളുകൾ ഞങ്ങളെ ഇങ്ങനെ നോക്കുന്നതായിട്ട് തോന്നിയിട്ടു. അങ്ങനെ ഒരിക്കലും ആകും. നമ്മളെല്ലാവരും ഒന്നിച്ചൊരു ശുശ്രൂഷ ചെയ്യുകയാണ്.
ഞാനിവിടെ എഴുന്നേറ്റ് നിൽക്കുന്നത് ഞങ്ങളുടെ വീട്ടിലെ കാര്യങ്ങളൊന്നും പറയാനല്ല. ഈശ്വരോ, ഇതൊക്കെ പകലൊക്കെ ഞാൻ ചിലരോടൊക്കെ പറയാറുണ്ട്. വൈകിട്ട് പറയുന്നത് സ്വർഗത്തിലെ ദൈവത്തിന്റെ കാര്യമാണ്. ഈശ്വരോ, അത് ദൈവം തന്ന കൃപയ്ക്കൊത്തവണ്ണം ഈ വചനം ചുരുളഴിച്ച് പ്രിയപ്പെട്ടവർക്ക് കൊടുക്കാൻ ഞങ്ങൾ ഉദ്യമിക്കുന്നുണ്ട്. പൊരുൾ തിരിക്കാനാണ് ദൈവം ഞങ്ങളെ ആക്കിയിരിക്കുന്നത്, പൊരുൾ മറയ്ക്കാനല്ല. പ്രൈസലോ. അതുകൊണ്ട് ആ ശുശ്രൂഷയിൽ നിങ്ങളും പ്രാർത്ഥനയാൽ അത് സഹകരിക്കണം. ഞങ്ങൾ പ്രസംഗിക്കുമ്പോൾ നിങ്ങൾ പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ഫലം ദൈവം നിങ്ങൾക്ക് തരും. പ്രാർത്ഥിക്കുന്നതിനെ കുറിച്ച് ഒരു ചിന്തകൻ പറഞ്ഞിരിക്കുന്നത് അത് ട്വൈസ് ബ്ലസ്ഡ് ആണ്. നിങ്ങൾ ആർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുവോ ആ ആളും അനുഗ്രഹിക്കപ്പെടും, പ്രാർത്ഥിക്കുന്ന നിങ്ങളും അനുഗ്രഹിക്കപ്പെടും. ഈശ്വരോ, അതുകൊണ്ട് നിങ്ങൾക്ക് വല്ല ഗുണവും വരണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ പ്രാർത്ഥിച്ചോണം. ഈശ്വരോ, അനേക ഹൃദയങ്ങളെ പിശാചാരകൻ ഈ നാളുകളിൽ ബന്ധിച്ചിട്ടിരിക്കുക. വചനം കേൾക്കാൻ തരികയില്ല. സ്തെഫാനോസ് പ്രസംഗിക്കുമ്പോൾ ഒരു കൂട്ടർ ചെവി പൊത്തിയെന്നാണ്. ഈശ്വരോ, അതിനെക്കുറിച്ചാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്, ചെവിക്ക് പരിച്ഛേദനയില്ലാത്ത ആള്. ഈശ്വരോ, ഇനി ഒരു കൂട്ടർ കേട്ടാലും അവരുടെ ഉള്ളത്തിലോട്ട് ഏറ്റെടുക്കുകയില്ല. ഹൃദയത്തിന് പരിച്ഛേദനയില്ലാത്ത ആളുകൾ അനേകരെ സാത്താൻ അവരുടെ ആത്മനയനങ്ങളെ തിമിരം കൊണ്ട് ബന്ധിച്ചിട്ടിരിക്കുക. അതുകൊണ്ട് ഈ തിമിരം മാറ്റുവാൻ നിങ്ങൾ പ്രാർത്ഥിക്കണം. ഞാൻ കഴിഞ്ഞ ദിവസം ഒരാളോട് ഇങ്ങനെ പറഞ്ഞാൽ ഞാൻ ഓർക്കുന്നുണ്ട്, ഒരു മിറാക്കുലസ് ഹീലിംഗ് ഉണ്ടായാൽ അതുകൊണ്ട് തൽക്കാലം ദൈവത്തിന് മഹത്വമുണ്ടാകും എന്ന് ശരിയാണ്. എന്നാൽ ഏത് മതത്തിൽപ്പെട്ട വ്യക്തിക്കും ഉടനെ പറയാൻ സാധിക്കും, ഞങ്ങളുടെ അമ്പലത്തിൽ ഇത് നടക്കുന്നുണ്ട്, ഞങ്ങൾ ഇങ്ങനെയൊക്കെ സാധിക്കുന്നുണ്ട്. ലോകത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവൃത്തികളും ഒക്കെയും പലരും അവകാശപ്പെടുന്നുണ്ട്. എന്നാൽ പാപശാന്തി ക്രിസ്തുവിന്റെ പക്കൽ മാത്രമേ. ഒരു കാര്യം കൂടെ പറഞ്ഞാൽ ഈ മുഖവരം നിർത്തട്ടെ. ഗബ്രിയേൽ ദൂതൻ യേശുവിന്റെ ജനനം അറിയിക്കാൻ മറിയാമിന്റെ അടുക്കൽ വന്നപ്പോൾ യേശുവിന്റെ ജനനത്തിന്റെ ഉദ്ദേശം വിളിച്ചു പറഞ്ഞത് ഭൂതങ്ങളെ പുറത്താക്കുമെന്നല്ല, ചെയ്തില്ലെന്നല്ല, രോഗികളെ സുഖപ്പെടുത്തുമെന്നല്ല, യേശു അങ്ങനെ ചെയ്തില്ലെന്നല്ല, കടലിന്റെ മുകളിൽ കൂടി നടക്കുമെന്നല്ല, അതുണ്ടായിട്ടില്ലെന്നല്ല. ഈശ്വരോ, യേശു ഇതിനു വേണ്ടി ഒന്നും അല്ല വരുന്നത്. യേശു വരുന്നത് ആസനം ഉയർപ്പിക്കാൻ വേണ്ടി പോലുമല്ല, കൂനിയെ നിവർത്തുവാൻ വേണ്ടിയല്ല യേശു വരുന്നത്. അങ്ങനെ ഗബ്രിയേൽ പറഞ്ഞില്ല. യേശുവിന്റെ വരവിന്റെ ഉദ്ദേശം ഗബ്രിയേൽ പറഞ്ഞത് അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കുന്നു. അതാണ് ഓബ്ജക്ട് ഓഫ് ഇൻകാർണേഷൻ, നരാവതാരത്തിന്റെ ലക്ഷ്യമാണ്. അത് സാധിക്കുന്നില്ലെങ്കിൽ വേറെ എന്തെല്ലാം സാധിച്ചാലും ലക്ഷ്യത്തിലെത്തുന്നില്ല. നിങ്ങൾക്കറിയാമോ, അത്ഭുതങ്ങളും അടയാളങ്ങളും എന്ന് രണ്ട് പ്രയോഗങ്ങളുണ്ടല്ലോ. അത്ഭുതങ്ങളെല്ലാം അടയാളങ്ങളായിട്ടാണ് ദൈവം ഉദ്ദേശിച്ചിരിക്കുന്നത്. ഏതോ ഒന്നിന്റെ ചൂണ്ടുപലകകളാണ്. ആ ഏതോ ഒന്ന് എന്താണ്? യേശുക്രിസ്തു പാപവിമോചകനാണ്, യേശുക്രിസ്തു രക്ഷകനാണ് എന്നുള്ളത്. കാനാവിലെ കല്യാണ വിരുന്നിൽ പച്ചവെള്ളത്തെ വീഞ്ഞാക്കിയത് യേശുവിന്റെ വരവിന്റെ ലക്ഷ്യമല്ലായിരുന്നു. പിന്നെന്തായിരുന്നു അവിടെ എഴുതിയിരിക്കുന്നത്? യേശു ഇതിനെ അടയാളങ്ങളുടെ ആരംഭമായ ഈ ഗലീലയിലെ കാനാവിൽ വെച്ച് ചെയ്തു അതിന്റെ മഹത്വം വെളിപ്പെടുത്തി. അതിന്റെ ഫലമായിട്ട് എന്തുണ്ടായി? എല്ലാവരും നല്ല വീഞ്ഞു കുടിച്ച് ഏമ്പക്കം വിട്ടേക്ക് പോയെന്നല്ല അവിടെ എഴുതിയിരിക്കുന്നത്. അവന്റെ ശിഷ്യന്മാർ അവരിൽ വിശ്വസിച്ചു. ഓരോ സംഭവത്താൽ സാധിച്ചു കിട്ടേണ്ടത് ഇതാണ്. യേശുവിന്റെ മഹത്വം വെളിപ്പെടണം. ജനം ദൈവത്തിൽ വിശ്വസിക്കാനിടയായിത്തീരണം. ഇന്ന് രാത്രി നിങ്ങളോട് പ്രസംഗിക്കുവാൻ ദൈവത്തിന്റെ ആത്മാവിന്റെ ഹൃദയത്തെ പ്രചോദിപ്പിക്കുന്ന ചില വാക്യങ്ങൾ
എല്ലാവരും വേദപുസ്തകമുള്ളവർ അതുമായിട്ടൊന്ന് കേൾക്കണം. ഉൽപ്പത്തി പുസ്തകത്തിന്റെ 4-ാം അധ്യായം അതിന്റെ 16 മുതൽ ചില വാക്യങ്ങൾ നമ്മുടെ ആധാരമായിട്ട് ഇവിടെ ഒരാൾ വായിക്കുമ്പോൾ ദൈവമക്കൾ പ്രാർത്ഥനയോടെ കേൾക്കണമെന്ന്. അങ്ങനെ കയ്യിൽ യഹോവയുടെ സന്നിധിയിൽ നിന്ന് പുറപ്പെട്ട് ഏതിന് കിഴക്ക് നോദ് ദേശത്തിൽ പാർത്തു. കയ്യിൽ തന്റെ ഭാര്യയെ പരിഗ്രഹിച്ചു. അവൾ ഗർഭം ധരിച്ച് ഹാനോക്കിനെ പ്രസവിച്ചു. അവൻ ഒരു പട്ടണം പണിതു. ഹാനോക്ക് എന്ന തന്റെ മകന്റെ പേരിട്ടു. ഹാനോക്കിന് ഈരാദ് ജനിച്ചു. ഈരാദ് ബഹുയേലിനെ ജനിപ്പിച്ചു. ബഹുയേൽ ബെഥൂസയേലിനെ ജനിപ്പിച്ചു. ബെഥൂസയേൽ ലാമെക്കിനെ ജനിപ്പിച്ചു. ലാമെക്ക് 2 ഭാര്യമാരെ എടുത്തു. ഒരുത്തിക്ക് ആദാ എന്നും മറ്റൊരുക്ക് സില്ല എന്നും പേർ. ആദാ യാബാലിനെ പ്രസവിച്ചു. അവൻ കൂടാരവാസികൾക്കും പശുപാലകന്മാർക്കും പിതാവായി തീർന്നു. അവന്റെ സഹോദരന് യൂബാൽ എന്ന പേർ. ഇവൻ കിന്നരവും വേണവും പ്രയോഗിക്കുന്ന എല്ലാവർക്കും പിതാവായി തീർന്നു. സില്ല തൂബൽ കൈയിനെ പ്രസവിച്ചു. അവൻ ചെമ്പുകൊണ്ടും ഇരുമ്പുകൊണ്ടുമുള്ള ആയുധങ്ങളെ തീർക്കുന്നവനായി തീർന്നു. തൂബൽ കൈയിന്റെ പെങ്ങൾ നയമ. ലാമെക്ക് തന്റെ ഭാര്യമാരോട് പറഞ്ഞു, ആദയും സില്ലയും ആയവരെ എന്റെ വാക്ക് കേൾപ്പീൻ. ലാമെക്കിൻ ഭാര്യമാരെ എന്റെ വചനത്തിനായി ചെവി തരുവേൻ. എന്റെ മുറിവിന് പകരം ഞാനൊരു പുരുഷനെയും എന്റെ പരിക്കിന് പകരം ഒരു യുവാവിനെയും കൊല്ലും. കയ്യിന് വേണ്ടി 7 ഇരട്ടി പകരം ചെയ്യുമെങ്കിൽ ലാമത്തിന് വേണ്ടി 77 ഇരട്ടി പകരം ചെയ്യും. അതിന്റെ താഴത്തെ 1-2 വാക്യങ്ങൾ കൂടി ഒന്ന് വായിക്കണം. ആദാം തന്റെ ഭാര്യയെ പിന്നെയും പരിഗ്രഹിച്ചു. അവൾ ഒരു മകനെ പ്രസവിച്ചു. കയ്യിൽ കൊന്ന ഹാബേലിന് പകരം ദൈവം എനിക്ക് മറ്റൊരു സന്തതിയെ തന്നു എന്ന് പറഞ്ഞു അവന് ശേത്ത് എന്ന് പേരിട്ടു. ശേത്തിനും ഒരു മകൻ ജനിച്ചു. അവന് ഏനോസ് എന്ന് പേരിട്ടു. ആ കാലത്ത് യഹോവയുടെ നാമത്തിലുള്ള ആരാധന തുടങ്ങി. മതി, നമുക്ക് വീണ്ടും പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഞങ്ങളോട് സഹതാപം തോന്നണമേ. ഞങ്ങളുടെ ശരീരാത്മതകളെ അവിടുത്തെ കൃപയാൽ നിറയ്ക്കണമേ. വാനരദൂതന്മാർക്ക് അനുവദിച്ചിട്ടില്ലാത്ത ശുശ്രൂഷ ഈ താണവരായ ഞങ്ങൾക്ക് നൽകിയതിൽ ഞങ്ങൾ വിസ്മയം കൊണ്ട് നിന്നെ സ്തുതിക്കുന്നു. ഇന്ന് രാത്രി ഞങ്ങളുടെ ശരീരത്തിന് സൗഖ്യവും ഞങ്ങളുടെ മനസ്സിന് ആശ്വാസവും ഞങ്ങളുടെ ആത്മാവിന് ശുദ്ധീകരണവും നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സകലത്തിന് മതിയായ നിന്റെ കൃപ ഇന്ന് രാത്രി ഞങ്ങളുടെ മേൽ ചൊരിയണമേ. നിന്നിൽ നിന്നെല്ലാം ഞങ്ങൾ പ്രാപിച്ചാലും നിനക്ക് മടക്കി തരുവാൻ ഞങ്ങളുടെ പക്കൽ ഒന്നേ ഉള്ളൂ, അത് സ്തുതിയാണ്. അത് നിനക്ക് കരയേറ്റുവാൻ നീ സഹായിക്കണമേ. ഞങ്ങൾ നിന്നെ സ്തുതിക്കുമ്പോൾ അത് ഞങ്ങൾ തന്നെ പുതുജീവൻ പ്രാപിക്കുന്നുവെന്നും ഞങ്ങൾ നിന്നെ സ്തുതിക്കുമ്പോൾ ഞങ്ങളുടെ ശത്രുക്കൾ പിന്തിരിയുന്നുവെന്നും അറിവാനുള്ള കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ ചിന്താവിഷയം നിങ്ങളുടെ മനസ്സിലുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇങ്ങനെയുള്ള വ്യവഹാരങ്ങളൊക്കെ വായിച്ചാൽ എനിക്കറിയാം സഭയിൽ വലിയ ഉണർവൊന്നും ഉണ്ടായില്ലേ. നല്ല തീപ്പൊരി വിതറുന്ന ചില വാക്യങ്ങളൊക്കെ വായിച്ചെങ്കിലേ ആളുകൾക്ക് ഉണർവും പ്രതീക്ഷയൊക്കെ ഉണ്ടാവുള്ളൂ. ഇത് പഴയ നിയമത്തിലെ കുറെ സ്ഥിതിവിവര കണക്കുകളാണ് നിങ്ങളെ കേൾപ്പിച്ചത്. ഉൽപ്പത്തി പുസ്തകത്തിലെ വളരെ ചിന്തനീയമായ ചില വാക്യങ്ങൾ ചേർന്ന ഒരു ഭാഗമാണ് ഇവിടെ നിങ്ങളുടെ മുമ്പിൽ വെച്ചത്. ദൈവത്തിന് അതിൽ നിന്നൊരു ദൂത് നൽകുവാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളത് പ്രതീക്ഷിക്കുമെങ്കിൽ ദൈവം നൽകും. നമ്മൾ ഉൽപ്പത്തി പുസ്തകം മുതൽ ഇങ്ങോട്ട് നോക്കിയാൽ ഗോഡ്സ് മേക്കിംഗ് ആൻഡ് സേറ്റൻസ് ബ്രേക്കിംഗ് ആൻഡ് ഗോഡ്സ്
റീമേക്കിംഗ്. ദൈവം പണിയുന്നു, സാത്താൻ തകർക്കുന്നു, ദൈവം വീണ്ടും പണിയുന്നു. അങ്ങനെ ഒരു പ്രോസസ് നമുക്ക് കാണുവാൻ സാധിക്കും. ഉൽപ്പത്തി പുസ്തകം തുടങ്ങുന്നത് തന്നെ ആദ്യം ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു എന്ന് പറഞ്ഞുകൊണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ കാണുന്നത് പാഴും ശൂന്യമായിരിക്കുന്ന ഒരു സ്ഥിതിയാണ്. ഒരിക്കലും പാഴും ശൂന്യമായി ദൈവം സൃഷ്ടിക്കാറില്ല. ഒരു സൃഷ്ടിയും പാഴും ശൂന്യമായിട്ട് ആരും ഉണ്ടാക്കാറില്ല. അത് സൃഷ്ടിക്ക് വന്നതായ ഒരു തകർച്ചയാണ്. അതിന്റെ പിറകിൽ മറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട്. അതിന്റെ താഴെ പാഴും ശൂന്യമായിരിക്കുന്ന അവസ്ഥയുടെ പിന്നാലെ അന്ധകാരം നിഴലിക്കുന്ന ഒരു കാഴ്ച കാണുവാൻ സാധിക്കും. ഇരുൾ വ്യാപരിച്ചിരിക്കുന്നു. എന്നാൽ അത് തുടരുവാൻ ദൈവം സമ്മതിച്ചില്ല. അതിന്റെ മീതെ the spirit of God brooded on the waters. ഒരു തള്ളക്കോഴി മുട്ടകളുടെ മേൽ പൊരുന്നിരിക്കുന്നത് പോലെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ ശൂന്യതകളുടെ മേൽ ചിറക് വിരിച്ചു. അതിനുശേഷം ദൈവശബ്ദം മുഴങ്ങി, let there be light. നമ്മളൊക്കെ ആണെങ്കിൽ വെളിച്ചം ഉണ്ടാകണമേ എന്ന് പറയുമ്പോൾ ദൈവം പറയുന്ന ഉണ്ടാകട്ടെ. അത് അധികാരമുള്ളവന്റെ വാക്കുകളോ. വെളിച്ചമുണ്ടാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചപ്പോൾ വെളിച്ചമുണ്ടായി. അതിനുശേഷം നമ്മൾ കാണുന്നത് സൃഷ്ടികളുടെ വിവരണമാണ്. ഹല്ലേലൂയ. ഈ സൃഷ്ടികളിൽ അതെ ചിലതിനെ കുറിച്ചൊക്കെയും പറയുന്നത് റീപ്ലനീഷിംഗ് എന്നാണ്. ഞാനതിന്റെ വ്യാഖ്യാനങ്ങളിലോട്ടൊന്നും അധികം കടന്നു പോകുന്നില്ല. മുമ്പ് ഏതോ നിലയിൽ ഉണ്ടായിരുന്നത് തകർന്നു പോയത് ദൈവം വീണ്ടും അതിനെ പുതുക്കി ആവിർഭവിപ്പിക്കുന്നു എന്നുള്ള സൂചനയോടുകൂടിയാണ് പല വാക്കുകൾ ഉപയോഗിച്ചിരിക്കുന്നത്. എന്നാൽ മനുഷ്യൻ അങ്ങനെയല്ല. ക്രൈസ്തലോ സ്വർഗത്തിലെ ദൈവത്തിന്റെ സാദൃശ്യം അല്ലെങ്കിൽ ആത്മഭാവം, സ്വർഗത്തിലെ ഒരു അംശവും ഭൂമിയിലെ മണ്ണും ചേർത്ത് അത്ഭുതകരമായി ദൈവം സംയോജിപ്പിച്ച് എന്നെയും നിങ്ങളെയും സൃഷ്ടിച്ചു. നമ്മൾ ഒരു നിമിഷം ഒന്ന് ചിന്തിക്കണം. നമ്മളിൽ രണ്ടു വശത്തോട്ടുള്ള പുൾ അല്ലെങ്കിൽ വലിയുണ്ട്. നമ്മുടെ ആത്മാവ് ദൈവത്തിൽ നിന്നുള്ളതായതുകൊണ്ട് ഒരു ഹെവൻ വാൾ പുള്ളുണ്ട്. മേലോട്ടൊരു ശക്തി നമ്മളെ വലിക്കുന്നതായിട്ട് തോന്നുന്നുണ്ട്. അതിന്റെ ഫലമായിട്ടൊക്കെ ഈ ലോകത്തിന് വരികയൊക്കെ ചെയ്യുന്നു. എന്നാൽ താഴത്തെ മണ്ണിൽ നിന്ന് നമ്മുടെ ശരീരം നനഞ്ഞതിനാൽ ഡൗൺവേർഡ് പുൾ, താഴേക്ക് ഒരു ഉൾവലി കൊടുക്കും. അതിന് കൂടുതൽ ശ്രദ്ധ കൊടുക്കുമ്പോഴാണ് ദൈവകാര്യങ്ങളെല്ലാം തള്ളിക്കളഞ്ഞേച്ച് ലോകകാര്യങ്ങൾക്ക് വേണ്ടി പോകുന്നു. അങ്ങനെ ദൈവത്തിന്റെ ആത്മഭാവത്തിൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യനെ ദുഷ്ടനായ സാത്താൻ, നെഫിലീം, വീണുപോയവരിൽ പ്രധാനിയായ ലൂസിഫർ വഞ്ചിച്ചു. ആ വഞ്ചനയുടെ തുടർക്കഥയാണ് മനുഷ്യവർഗത്തിന്റെ കഥ. എന്നാൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, അങ്ങനെ സാത്താന്റെ വഞ്ചന കൊണ്ട് ഈ മനുഷ്യചരിത്രം തീർക്കുവാൻ ദൈവം അനുവദിച്ചില്ല. ഒരു ഉദ്ധാരകനെ അയക്കുവാൻ ദൈവത്തിന് തിരുമനസ്സായി. ആദമിനെയും ഹവ്വയെയും ശപിച്ച് അവരെ ശാപഭൂമിയിലേക്ക് വിടുമ്പോൾ അവരെ ശപിച്ച വാക്കുകളിൽ തന്നെ മേഘത്തിന് ചുറ്റും വെള്ളിരേഖ ചിലപ്പോൾ കാണുന്നത് പോലെ ഒരു ചെറിയ വെള്ളിരേഖ ഉണ്ടായിരുന്നു. സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ തലയെ ചതയ്ക്കുമെന്ന് ദൈവം അരുളിച്ചെയ്തു. പ്രോട്ടോയുവാൻഗലിയോൻ വേദപുസ്തകത്തിലെ ആദ്യത്തെ സുവിശേഷമാണ്. ഒരു പ്രത്യാശയ്ക്ക് വകയുണ്ടെന്ന വാക്ക് വിളിച്ചു പറയുകയായിരുന്നു. സ്ത്രീയുടെ സന്തതിയായി കാലങ്ങളുടെ മികവിൽ ഒരാൾ വെളിപ്പെടുമെന്ന്, അവൻ സാത്താന്റെ തലയെ ചതയ്ക്കുമെന്ന്. ആദമിന് ഹവ്വയ്ക്കൊക്കെ ദുഃഖമുണ്ടെങ്കിലും ദൈവം പറഞ്ഞ ഈ വാക്ക് ഓർക്കുമ്പോൾ അവരുടെ ആദി ഒന്ന് അടങ്ങുകയാണ്. അവർക്കൊരു ആശ്വാസം തോന്നുകയാണ്. ഞാനൊരു അപ്പോക്രിഫ കഥ വായിച്ചിട്ടുണ്ട്. ഹവ്വ കുഞ്ഞുങ്ങളോടൊക്കെ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു കേൾപ്പിക്കുമായിരുന്നു. സാത്താൻ വഞ്ചിച്ചതും ദൈവം ശപിച്ചതും അതൊന്നും ഹവ്വായും കണ്ണീരോടെ ഇറങ്ങിപ്പോയതും അവസാനം ദൈവം സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ തലയെ ചതയ്ക്കുമെന്ന് വാഗ്ദത്തം ചെയ്തതും ഒക്കെ ഹവ്വ
കുഞ്ഞുങ്ങളോട് പറയുമായിരുന്നു, ആ അപ്പോക്രിഫ കഥ പറയുന്നത്, കായേൻ ഇത് കേട്ട് അമ്മയെ ആശ്വസിപ്പിക്കാനായിട്ട് അവൻ വെളിയിലൊക്കെ പോയിട്ട് വരുമ്പോൾ കൊച്ചു കൊച്ചു പാമ്പുകളെ പിടിച്ച് അതിന്റെ തല ചതച്ചുകൊണ്ടുവന്ന് അമ്മയെ കാണി. സ്ത്രീയുടെ സന്തതി അല്പത്തിന്റെ തലയെ ചതച്ചു എന്നുള്ളത് നിവൃത്തിയായിരിക്കുന്നുവെന്ന് അമ്മയെ മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ്. ഇതൊന്നും കണ്ടാൽ അമ്മയുടെ ആദ്യ അടങ്ങുകയില്ല. പെയ്തലോ പഴയ പാമ്പിന്റെ തല ചതയ്ക്കുന്നവരെ വേറെ ഏതെല്ലാം പാമ്പിനെ കുത്തി ചതച്ചാലും അതുകൊണ്ടൊന്നും ഒരു പരിഹാരം ഉണ്ടാകുന്നു. പെയ്തലോ അങ്ങനെ മനുഷ്യവർഗം മുമ്പോട്ട് തുടരുകയാണ്. പാപവും അതിന്റെ പ്രവൃത്തി തുടരുകയാണ്. ഞാൻ പറയട്ടെ, ഈ ആദാമിന്റെ കുടുംബത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞ 2 സന്താനങ്ങൾ കഴിഞ്ഞൊരു ദിവസം ഞാൻ പറഞ്ഞ പോലെ ആരാധിക്കാൻ വേണ്ടി ഇറങ്ങിത്തിരിച്ചു. ചിലപ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട്, ഈ കായനെ ആരാധിക്കാതെ ഇരുന്നുകൂടെ? അവനിരിക്കുക. ഈ ആരാധിക്കാതിരിക്കാനുള്ള പ്രവണതയേക്കാൾ കൂടുതൽ തെറ്റായിട്ടാണെങ്കിലും ആരാധിക്കാനുള്ള പ്രവണത, അതൊരു വലിയ ദൃഷ്ടിയായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഒരു വലിയ ചിന്തകൻ പറഞ്ഞിട്ടുണ്ട്, ഈ ഒരു അവിശ്വാസിയെ, ഇത് നിങ്ങൾ ശ്രദ്ധിച്ചോണം, ഒരു അവിശ്വാസിയെ സ്കെപ്റ്റിക്, അൺബിലീവർ, ഒരു അവിശ്വാസിയെ നമുക്ക് ഏതെങ്കിലും കാലത്ത് രക്ഷിച്ചെടുക്കാം. അവനെ കാര്യകാരണ സഹിതമെന്നെങ്കിലും നമുക്ക് ബോധവാനാക്കാം. അവൻ കാര്യമറിയുമ്പോൾ വിശ്വസിക്കും. എന്നാൽ ഒരു പരീശനെ, ഒരു കപടഭക്തനെ ഒരിക്കലും ശരിയാക്കാൻ ആത്മീയ ഇല്ലാത്തവർത്തനെ, ആത്മീയ അറിഞ്ഞിട്ടില്ലാത്തവർത്തനെ നമുക്ക് എന്തെങ്കിലും ശരിയാക്കാം. എന്നാൽ സത്യം അറിഞ്ഞിട്ട് കള്ളയുറക്കം നടിക്കുന്നവനെ ഒരിക്കലും ശരിയാക്കാൻ. ഇന്ന് രാത്രി എന്റെയും നിങ്ങളുടെയും ഗതി എന്താണ് എന്ന് ഓരോരുത്തരും ആത്മവിശ്വാസം. ഇതാ 2 പേര് ആരാധിക്കാൻ പോകുന്നു. അതിന്റെ പ്രതികരണങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ. ദൈവത്തിന്റെ കാരുണ്യം ഞാൻ ഓർക്കുകയാണ്. ആദം പാപം ചെയ്ത് കഴിഞ്ഞപ്പോൾ, ആദമേ നീ എന്താണ് ചെയ്തത് എന്ന് അവനോട് ചോദിക്കാൻ ദൈവം ഇറങ്ങി വന്നു. ആദമിന്റെ മൂത്ത മകനായ കായേൻ സഹോദരന്റെ കൊല നടത്തിയപ്പോൾ ദൈവം വീണ്ടും അവിടെ വെളിപ്പെട്ടു. അതിന്റെ ആ പ്രാരംഭ ഘട്ടത്തിൽ തന്നെ ദൈവം ശ്രദ്ധിക്കണം, അവന്റെ മുഖം വാടിയപ്പോൾ തന്നെ ദൈവം അവിടെ വന്നു. അവൻ പാപത്തിൽ വീഴുന്നതിന് മുമ്പേ അവനെ രക്ഷിച്ചെടുക്കണമെന്ന് ദൈവത്തിന് ആഗ്രഹമുണ്ടായി. എന്താണ് നിന്റെ മുഖം വാടുന്നത്, ഹൃദയത്തിൽ കോപം പോകുന്നത് എന്താണ് എന്ന് ദൈവം പറയുക മാത്രമല്ല, അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗം കൂടെ പറഞ്ഞു. പാപം നിന്റെ വാതിൽക്കൽ കിടക്കുന്നു, അതിന്റെ ആശ നിങ്ങളിലേക്കാകുന്നു, നീ അതിനെ കീഴമർത്തണം എന്ന് ദൈവം ബുദ്ധി ഉപദേശം നൽകുകയും ചെയ്തു. ദൈവം ഒരാഴ്ചത്തിന് മാറിപ്പോകുന്നവനല്ല, അവൻ പിന്നെയും പിന്നെയും വന്ന് രക്ഷയ്ക്കായി ബുദ്ധി ഉപദേശം നൽകുന്നവനാണ്. വേണമെങ്കിൽ കായന് ആ ബുദ്ധി ഉപദേശത്തിന് മുമ്പിൽ രക്ഷ പ്രാപിക്കാമായിരുന്നു. ഹാബേലിന്റെ വധം ഒഴിവാക്കാമായിരുന്നു. അവന് വേണമെങ്കിൽ ഹാബേലിനെ പോലെ തന്നെ നന്നായിട്ട് ആരാധിക്കുകയും ചെയ്യാമായിരുന്നു. നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, നീ നന്മ ചെയ്യുന്നെങ്കിൽ എനിക്ക് പ്രസാദം ഉണ്ടാകില്ലയോ എന്ന് അവനോട് ചോദിക്കുമ്പോൾ, ഹാബേൽ നന്മയാണ് ചെയ്തതെന്നും തനിക്കും വേണമെങ്കിൽ അത് ചെയ്യാമെന്നും അപ്പോൾ ദൈവം പ്രസാദിക്കുമെന്നും വേണമെങ്കിൽ അവന് മനസ്സിലാക്കാമായി. പക്ഷേ ഇതെല്ലാം ദൈവനോട് പറഞ്ഞിട്ടും അവൻ അത് അനുസരിച്ചില്ല, എതിർത്തു നിന്നു. അവൻ ആശിച്ചത് അവൻ സാധിച്ചെടുത്തു. തെറ്റായിട്ട് ആരാധിക്കുകയും ചെയ്തു, സത്യഭക്തനെ കൊലപ്പെടുത്തുകയും ചെയ്തു. സാധാരണ പറയാറുണ്ട്, ലോകത്തിൽ ആദ്യം നടന്ന കൊലപാതകം രാഷ്ട്രീയ കൊലപാതകമല്ല, ആരാധനയുടെ പേരുള്ള കൊലപാതകമാണ്. ക്രൈസ്തലോ ആ ഭാഗം വിവരിക്കാൻ നേരമില്ല, ഞാൻ മുമ്പോട്ട് പോകട്ടെ. ലോകത്തിൽ ആകപ്പാടെ ഒരുപടി മനുഷ്യരെ ഉണ്ടായിരുന്നുള്ളൂ ആ കാലത്ത്. അതിൽ നേരിജവന് ദൈവത്തെ ആരാധിക്കുന്ന ഒരുത്തനെ ഉണ്ടായിരുന്നുള്ളൂ, അവൻ കൊല്ലപ്പെട്ടു. ഇപ്പോൾ ദൈവത്തെ ആരാധിക്കുന്ന, വ്യവസ്ഥപ്രകാരം ദൈവത്തെ ആരാധിക്കുന്നവരാരും ഇല്ലെന്ന് വന്നിരിക്കുക. എനിക്ക് തോന്നുന്നു സാത്താന്റെ സാമ്രാജ്യം ഈ സമയത്ത് വളരെ സന്തോഷിച്ചു. സാധാരണ കൂട്ടരും അങ്ങോട്ടും ഇങ്ങോട്ടും സമ്മാനങ്ങളൊക്കെ കൊടുത്തു. കാരണം ഹാബേൽ കൊല്ലപ്പെട്ടു. ഇനിയും ദൈവത്തെ വിളിക്കുന്നവൻ ആരും ഭൂമിയിലില്ല.
ഈ സമയത്ത് ഒരു സംഭവം ഉണ്ടായി. അതാണ് നമ്മുടെ പ്രസംഗവാക്യം. ഹാവേലിനെ കൊന്ന ശേഷം കയ്യിലെ ചോരയെല്ലാം ഭംഗിയായിട്ട് തുടച്ച് മിടുക്കനായിട്ട് ഒന്നും സംഭവിച്ചിട്ടില്ലെന്നുള്ള മട്ടിൽ കായേൽ പോവുകയാണ്. പക്ഷേ പോകുന്ന സമയത്ത് ഇതുവരെ അവന്റെ ഉള്ളിലില്ലാതിരുന്ന ഒരു ഉൾഭീതി അവന്റെ ഉള്ളിനെ ഇങ്ങനെ ഞെരുക്കുന്നുണ്ട്. എന്താണെന്നറിയാമോ? ക്രൈസ്തലോ ഏമകർ ശ്രദ്ധിക്കണം. അതെ, കൊല ചെയ്തവന്റെ ഉള്ളിൽ മരണഭീതി കടന്നിരിക്കുക. ആരും പറയാതെ തന്നെ കാര്യം വിളിച്ച് പറയുകയാണ്, ആരും എന്നെ കണ്ടാനെ കൊല്ലുന്നത്. അതൊരു മർമ്മം. പാപം ചെയ്യുന്നവൻ ഭീരുവാണ്. ലോകത്തിലെ ഭീരു ആരാണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും പാപം ചെയ്യുന്നവനാണ്. ഈ ഒരു പാവിയെ തിരിച്ചറിയാൻ ചില ലക്ഷണങ്ങളൊക്കെ, മുഖലക്ഷണമല്ല, ചില ആരോഗ്യ ലക്ഷണങ്ങളുണ്ട്. ഈ വായിച്ച ഒരു ഗീതമുണ്ട്, ഒരു പാവിയുടെ പുസ്തകം കാണിക്കുന്ന ഒരു ഗീതമാണ്. അതിന്റെ ചുരുക്കത്തിലേ ഉള്ളൂ, നിതിജ്ഞന്മാർ മധ്യേ ആകർഷം എന്ന് തുടങ്ങുന്ന ഒരു ഗീതമുണ്ട്. ആ ഗീതത്തിന്റെ ചുരുക്കം ഞാൻ ചോദിച്ചാൽ, വിശുദ്ധന്മാരുടെ നടുവിൽ എന്നെ കൊണ്ടുപോയി വിദ്യാൽ എനിക്ക് കഴിയുമോ? ഇതല്ലോ ഞാൻ എന്റെ ജീവിതകാലത്ത് സന്മാർഗം പരിശീലിച്ചില്ല എന്നൊക്കെയാണ് ആ ഗീതത്തിലെ വാക്ക്. ഒരു പാവി എപ്പോഴും നീതിമാന്മാരുടെ സഭയിൽ തലമുമ്പിട്ട് ഇരിക്കും. അവന്റെ തല ഒരിക്കലും ഉയരുകയില്ല. മോറൽ കറേജാണ്. ദൈവത്തോട് നിരപ്പ് പ്രാപിച്ചവരുടെ ആത്മീയ ധൈര്യമാണ് ധൈര്യം. പാപം ചെയ്യുന്നവനെല്ലാം അവനെത്ര സമ്പന്നനായാലും എത്ര ആരോഗ്യമുള്ളവനായാലും ഈ ഭീതി അവന്റെ കൂടപ്പിറപ്പായിരിക്കും. എന്നെ ആരെങ്കിലും കണ്ടാൽ എന്നെ കൊല്ലും. ഇതല്ലോ ഹാബേല് ഒരു സമയം മരിച്ചു, അവന്റെ മരണവേദന ഒരിക്കൽ തീർന്നു. എന്നാൽ കായേലിന്റെ മരണവേദന നിരന്തരമാണ്. അത് അവന്റെ കൂടെ യാത്ര ചെയ്യുക. ആ സമയത്ത് ദൈവം ഇങ്ങനെ ചെയ്തെന്നാണ് നമ്മൾ വായിക്കുന്നത്. അവരറിയാതെ വിട്ടു കൊടുത്തു, നിന്നെ ആരും ആ കൊല്ലുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഞാൻ വ്യാഖ്യാനിച്ചത് എങ്ങനെയാണ്? നിന്നെ അങ്ങനെ പെട്ടെന്ന് കൊന്നാൽ ഉപയോഗം നീ ഇഞ്ചിഞ്ചായിട്ട് അനുഭവിക്കും. അങ്ങനെയൊന്നും പെട്ടെന്ന് ആരും നിന്നെ കൊല്ലുമെന്നു നീ എന്നും അനുഭവിക്കണം. അതുകൊണ്ട് അവനെ വിട്ടു. അവന് യഹോവയുടെ സന്നിധിയിൽ നിന്ന് പോയി. ദൈവത്തിലെ ഈ വേദപുസ്തകത്തിലെ പ്രൈസസ് ഇതൊക്കെ വെറുതെ എഴുതിയിരിക്കുന്നതാണെങ്കിൽ വിചാരിക്കരുത്. യഹോവയുടെ സന്നിധിയിൽ നിന്ന് പോയി ദൈവത്തിന്റെ സന്നിധിയിൽ വസിക്കേണ്ടതിന് സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ തോന്നിയവാസമായിട്ട് ജീവിക്കുകയും തോന്നിയവാസമായിട്ട് ആരാധിക്കുകയും ചെയ്തതിന്റെ ഫലമായിട്ട് ഇപ്പോൾ യഹോവയുടെ സന്നിധിയിൽ നിന്ന് പോവുകയാണ്. പോയി 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 എവിടെ പോയി? കിഴക്ക് നോർത്ത് ദേശത്ത് പോയി. നാളൊരു യുക്തിവാദി എന്നോട് ചോദിച്ചു, അത് വിഷയത്തിൽ നഗനാണെങ്കിലും എല്ലാവരും അങ്ങനെയുള്ളവർ കാണുമായിരിക്കും ഇടയ്ക്ക്, അതുകൊണ്ട് പറയുക, ഈ കായൽ ഇങ്ങനെ നോർത്ത് ദേശത്ത് ചെന്നപ്പോൾ അവിടുന്ന് കല്യാണം കഴിച്ചു, അവിടെ താമസിക്കുന്ന വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു. അപ്പൊ ആദാമിന്റെ കുടുംബത്തിൽ പെടാത്ത വേറെ ആളുകൾ അവിടെ ഉണ്ടായിരുന്നോ എന്നൊരു ചോദ്യം. എനിക്ക് ദൈവം തന്നൊരു മറുപടി ഞാൻ പറഞ്ഞു വേദപുസ്തകത്തില് ഇങ്ങനെ കായൽ അവിടെ നോർത്ത് ദേശത്ത് പോയി കല്യാണം കഴിക്കുന്നുണ്ടോ? ഉണ്ട്, എടുക്കാൻ പറഞ്ഞു, എടുത്തപ്പാകുന്നു. പിന്നെ എങ്ങനെ എഴുതിയിരിക്കുന്നത്? കായലിന്റെ ഭാര്യയെ കളിക്കുന്നോ? അപ്പൊ ഇവൻ ഓടിപ്പോയ കൂട്ടത്തിൽ അവന്റെ ഭാര്യയും കൂടെ പോയെന്ന് ആ വാക്യം കൊണ്ട് മനസ്സിലാകും. ഓട്ടെ, അതിന് ന്യായവാദത്തിലേക്ക് ഒന്നും ഞാൻ കിടക്കുന്നില്ല. അത് നമ്മുടെ ദൂത് വരുന്നത്. ഞാൻ പറയാൻ പോകുന്നത് വേറൊരു കാര്യം. സാധാരണയായിട്ട് നമ്മുടെ ഇടയിൽ ഒരു വർക്കുണ്ടല്ലോ, ദൈവശാപം. ചിലരെക്കുറിച്ച് നമ്മൾ പറയാറുണ്ട്, അവന് ദൈവദോഷം, അവന്റെ കുടുംബത്തിന് ഐശ്വര്യം ഉണ്ടാവില്ല, ദൈവം ശമിച്ചതാണ്, ദൈവത്തിന് നിരക്കാത്ത പ്രവൃത്തികളാണ് ചെയ്യുന്നത് എന്നൊക്കെ ചിലരെക്കുറിച്ച് പറയാറുണ്ട്. എന്നാൽ ഞാനതിനെ മുഴുവൻ എതിർത്തോണ്ട് ഇന്ന് രാത്രി ഒരു മറുവശം പറയാൻ പോകുകയാണ്. ദൈവത്തിന് വിരോധമായിട്ട് ഒരു പ്രവർത്തിച്ചാൽ, ദൈവത്തിന് നിരക്കാത്ത രീതിയിൽ ആരാധിച്ചാൽ അവൻ നല്ല കാലം വരുമെന്ന് വാദിക്കുന്ന ആളാണ്.
നിങ്ങൾക്ക് ആർക്കെങ്കിലും സംശയമുണ്ടെങ്കിൽ കായന്റെ കൂടെ ഒന്ന് യാത്ര ചെയ്തോ. അവന്റെ നോർവേശത്ത് ചെന്ന് പാർത്തു. അവൻ തന്റെ ഭാര്യയെ പരിഗ്രഹിച്ചു. കുഞ്ഞുങ്ങൾ ജനിക്കുന്നു. ഫൈസലോ പടിപടിയായിട്ട് അതാണ് നമ്മൾ ഇത്ര നേരം കേട്ടോണ്ടിരുന്നത്. അങ്ങനെ ഇങ്ങോട്ട് തലമുറ വലുതാണ്. ഈ കായന്റെ ഒരു സന്താനത്തിന്റെ പേരാണ് ഹാനോക്ക്. ഈ ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ട്, രണ്ടു വശത്തുണ്ട്. നല്ല ഹാനോക്കുണ്ട്, ചീത്ത ഹാനോക്കുണ്ട്. ഫൈസലോ 5-ാം അധ്യായത്തിൽ നല്ല ഹാനോക്കിനെ പിന്നെ കാണുന്നു. ഇവിടെ നമ്മൾ കായന്റെ വർഗത്തിൽപ്പെട്ട ഒരു ഹാനോക്കിനെ കാണുന്നുണ്ട്. ഇവൻ എന്ത് ചെയ്തു? ഇവൻ ദൈവത്തിന്റെ കൂടെ ഒന്നും നടക്കാൻ പോയില്ല. ഇവൻ പട്ടണം പണിതു. അവിടെ വിശുദ്ധ സന്തതി കൊല്ലപ്പെട്ട സ്ഥാനത്ത് ദൈവം ശ്രദ്ധിക്കണം. ഇവിടെ കൊലപാതകന്റെ മകൻ പട്ടണം പണിതു. എന്നിട്ടോ അവന്റെ പേര് ഈ പട്ടണത്തിന് കൊടുത്തു. ഹാനോക്ക് എന്ന പട്ടണത്തിന് പേരിട്ടു. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് തലമുറ പിന്നെയും തുടരുക. ഈ കാലം ജനിച്ചു. എന്നിട്ട് അവരുടെ പേരുകൾ ആർക്കൊന്നും വായിക്കാട്ടെ. നെയ്സ് മാത്രം. ലാമേക്ക്, ഇനി താഴത്ത് വരുമ്പോൾ ചരിത്രം തിരിഞ്ഞൊഴുകാണ്. എന്താണെന്നറിയാമോ? ലോകത്തിൽ ഇന്ന് കാണുന്ന സകല ശാസ്ത്രീയ നേട്ടങ്ങളുടെയും വിത്തുപാലിയ കുഞ്ഞുങ്ങൾ കായന്റെ കുടുംബത്തിനായിരുന്നു. സയന്റിസ്റ്റ്, ഫോർഫാദേഴ്സ് ഓഫ് സയൻസ്, ഇൻവെന്റേഴ്സ്, വലിയ കണ്ടുപിടുത്തക്കാരൻ. ഞാൻ ഇതിനെ വിസ്തരിക്കുന്നില്ല, നിങ്ങൾ തന്നെ വീട്ടിൽ പോയി വായിക്കുന്ന കൊള്ളാം. ചെമ്പ് കൊണ്ടും ഇരുമ്പ് കൊണ്ടുമുള്ള വേലകൾ ചെയ്യുന്ന ആളുകൾ, അതുപോലെ തന്നെ കിന്നരവും വേണുവും ഒക്കെ പ്രയോഗിക്കുന്ന ആളുകൾ, മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് ഉണ്ടാക്കുന്നവര്, അത് നന്നായിട്ട് പ്ലേ ചെയ്യുന്ന ആളുകൾ, അതുപോലെ തന്നെ കെട്ടിടമുണ്ടാക്കുന്ന ആളുകൾ, വാസ്തുശില്പം, എഞ്ചിനീയറിംഗ്, ചുരുക്കി പറഞ്ഞാൽ ഇതെല്ലാം ഉണ്ടാക്കുന്ന ആളുകൾ കായിന്റെ മക്കളിൽ നിന്ന് എഴുന്നേറ്റു. അപ്പൊ നിങ്ങൾ ഒരു കാര്യം എന്നോട് ഇദ്ദേഹം സമ്മതിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇവൻ തമ്പരാനെ വിട്ടേക്ക് പോയാലും ഇതൊക്കെ സാധിക്കും. അല്ലേ? അല്ലെ ഒന്നാം തരം കെട്ടിടങ്ങൾ പണിയുവാൻ, സംഗീതോപകരണങ്ങൾ ഉണ്ടാക്കുവാൻ, കലാപരമായിട്ട് അതിനെയെല്ലാം പ്രദർശിപ്പിക്കുവാൻ, പ്രയോഗിക്കുവാൻ, ചെമ്പ് കൊണ്ടും ഇരുമ്പ് കൊണ്ടും നാനാവിധ ലോഹങ്ങൾ കൊണ്ടുമുള്ള നാനാവിധ പാത്രങ്ങളും ഉപകരണങ്ങളും എല്ലാം ഉണ്ടാക്കുവാൻ, ഉപയോഗിക്കുവാൻ കഴിയും. ദൈവം തമ്പുരാന്റെ അനുഗ്രഹം ഇല്ലെങ്കിലും സാധിക്കാവുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. എന്നാൽ ഭൗതികമായിട്ട് കായന്റെ സന്താനങ്ങൾ ഇങ്ങനെ അഭിവൃദ്ധി പ്രാപിച്ചിരിക്കുന്ന സമയത്ത് അന്നത്തെ സദാചാരത്തിന്റെ നിലപാട്, അന്നത്തെ മൊറാലിറ്റിയുടെ സ്റ്റാൻഡേർഡ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒന്ന് അറിയണമെങ്കിൽ അവിടെ ഒരു പോയറ്റ്, ഈ കായന്റെ മക്കളിൽ കവികൾ, അങ്ങനെയുള്ള കവിയുടെ പേരാണ് ലാമേക്ക്. ഇവിടെ വായിക്കുന്നത് അതൊക്കെ അന്നേരം ചെല്ല് പ്രധാനം പറഞ്ഞുകൊണ്ടിരിക്കുക. ഈ കവിക്ക് 2 ഭാര്യമാർ, ആദയെന്നും സില്ലയെന്നുമാണ് ഒരു പേര്. ഞാൻ ഡ്രൈ ഹിസ്റ്ററി ഒക്കെ പറയുന്നത്, എങ്കിലും നിങ്ങൾ ശ്രദ്ധിക്കണം. ഈ ഇവരുടെ വീട്ടിലൊക്കെ ഉപയോഗിക്കുന്ന ഭാഷ നമ്മുടെ വീടുകളിലെ പരുക്കൻ ഭാഷ, ചുരുങ്ങിയ വാക്കുകളൊന്നും അല്ല, കവിതാ രൂപത്തിലാണ് ഇവർ ഭാര്യ ഭർത്താവൊക്കെ തമ്മിൽ സംസാരിക്കുന്നത്. അംശമുള്ളത് നോക്കും. ഈ മനുഷ്യൻ തന്റെ ഭാര്യമാരെ ആദേ സില്ലേ എന്ന് വിളിക്കേണ്ട സ്ഥാനത്ത് ഇയാൾ വിളിക്കുന്നത് ആദയും സില്ലയുമായുള്ളവരെ. എന്റെ വാക്കിന് ചെവി തരുവീൻ, എന്റെ ഭാര്യമാരെ എന്ന് പോലും വരെ പറയുന്നില്ല. ലാമേക്കിൻ ഭാര്യമാരെ എന്റെ വാക്കിന് ചെവി തരുവീൻ എന്ന് പറഞ്ഞ അവരെ വരുത്തിയേക്ക് പറയുന്നത് എന്നാണെന്നറിയാമോ? മുഴുവൻ വീരസ്യമാണ്. ഇല്ലല്ലോ, ബോസ്റ്റിംഗ്, സ്വന്തം വലിപ്പങ്ങളാണ് ഈ ഭാര്യമാരെ പറഞ്ഞു കേൾപ്പിക്കുന്നത്. അത് കേൾക്കാൻ അവരിങ്ങനെ ചെവി വട്ടം പിടിച്ചിരിക്കുക. എന്താ പറഞ്ഞു പിടിപ്പിക്കുന്നത്? എന്റെ മുറിവിന് പകരം ഞാനൊരു പുരുഷനെ കൊല്ലും. അടുത്തത്, എന്റെ പരുക്കിന് പകരം ഞാനൊരു യുവാവിനെ കൊല്ലും. ഞാൻ ഇംഗ്ലീഷ് ബൈബിൾ ഒന്ന് വായിച്ച് നോക്കി, എങ്ങനെയാണ് ഇരിക്കുന്നത്? കൊന്നു.
I have killed. Yes. അതായത് വീരത്വം പറഞ്ഞു കേൾപ്പിക്കാം ഭാര്യമാര്. എന്താണെന്നറിയോ? എന്റെ പഴുക്കിന് പകരം, എന്റെ മുറിവിന് പകരം ഞാനൊരു പുരുഷനെ കൊന്നു. ഒരു പഴുക്കിന് പകരം ഞാനൊരു ബോയ്, ഒരു കൊച്ചിനെ, ഒരു കുട്ടിയെ കൊന്നു. എന്നിട്ട് താനൊരു ചരിത്രം ഓർത്തു. എന്താണെന്നറിയാമോ? തന്റെ പൂർവ്വപിതാവായ ഈ കായിനെ ദൈവം ശപിച്ചോടിക്കുമ്പോൾ അവനൊരു പ്രൊട്ടക്ഷൻ കൊടുത്തുകൊണ്ട് പറഞ്ഞു, കായിനെ ആരെങ്കിലും അകാലത്തിൽ കൊല്ലാൻ നോക്കിയാൽ അങ്ങനെ ചെയ്യുന്നയാളിന് 7 ഇരട്ടി പ്രതികാരം കിട്ടും എന്ന് ഇവരുടെ വല്യപ്പനെ സംബന്ധിച്ചൊരു ആപ്തവാക്യം ഉണ്ടായി. അത് ഓർത്തുകൊണ്ട് ഇയാൾ പറയുകയാണ്, കായന്റെ കൊച്ചുമകൻ പറയുകയാണ്, എന്റെ വല്യപ്പന് വേണ്ടി 7 ഇരട്ടി പകരം ചെയ്യുന്നെങ്കിൽ അവന്റെ കൊച്ചുമകനാകുന്ന എനിക്ക് വേണ്ടി 77 ഇരട്ടി പകരം. അപ്പോ പ്രതികാര വാഞ്ച കൊച്ചുമകന്റെ കാലമായപ്പോൾ എത്ര ശതമാനം? 11 ഇരട്ടി, 77 ഇരട്ടി പകരം ചെയ്യും. ഭൗതികമായ ഉയർച്ച അതിന്റെ കൊടുമുടിയിലെത്തിയിരിക്കുന്നു. പ്രതികാര വാഞ്ച ഹിമാലയത്തെക്കാൾ ഉയർന്നു നിൽക്കുന്നു. ഇതാണ് കായന്റെ വർഗത്തിന്റെ അഭിവൃദ്ധിയുടെ ചരിത്രം. ഞാൻ കുറെ നാളുകൾക്ക് മുമ്പ് എവിടെയോ 21ാം നൂറ്റാണ്ടിനെ കുറിച്ചുള്ള ഒരു ചിത്രീകരണം, ഒരാളുടെ ഭാവനയാണ്. അതിങ്ങനെ കുറെ നേരം റേഡിയോയിൽ കേട്ടു. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. വെറും ഒരു ഇമാജിനേഷനാണ്. എങ്കിലും അതിന്റെ ചുരുക്കം ഞാനെന്ന് പറയാം. നിങ്ങൾ ചിലത് കേട്ട് കാണുമായിരുന്നു. 21ാം നൂറ്റാണ്ട്. ഇപ്പൊ നമ്മൾ 20ാം നൂറ്റാണ്ടിന്റെ അവസാന ഭാഗത്താണ് ജീവിച്ചിരിക്കുന്നത്. 21ാം നൂറ്റാണ്ട് ഉണ്ടാകുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എങ്കിലും ഉണ്ടായാൽ അന്നത്തെ അവസ്ഥ എങ്ങനെ ഇരിക്കുമെന്ന് ഒരാൾ സങ്കല്പിച്ചുകൊണ്ട് പറഞ്ഞിരിക്കുകയാണ്. 21ാം നൂറ്റാണ്ടിൽ നമ്മുടെ നാട്ടില്, കേരളത്തിലെ ഭാഷ ഞാൻ പറയുന്നത് ഒരു പ്രൈമറി സ്കൂളാണ് വിഷയം. പ്രൈമറി സ്കൂൾ. അവിടുത്തെ കുട്ടികളുടെ പ്രായവും അവരുടെ വേഷമൊക്കെ നിങ്ങളുടെ മനസ്സിലുണ്ടല്ലോ. അവിടുത്തെ ഏറ്റവും താണ ഒരു ക്ലാസ്സിൽ 21ാം നൂറ്റാണ്ടിൽ 1ാം ക്ലാസ്സിലെ ഒരു സാർ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു കുട്ടി ക്ലാസ് എല്ലാം തുടങ്ങിക്കഴിഞ്ഞ് വളരെ താമസിച്ചു വന്നു. അപ്പൊ സാർ മുന്നോട്ട് വാദത്ത് വന്നിരിക്കുന്നു. സാർ അവനെ ക്ലാസ്സിൽ കയറ്റുന്നതിന് മുമ്പായിട്ട് അവനോട് 1-2 ചോദ്യങ്ങൾ ചോദിച്ചു. 21ാം നൂറ്റാണ്ടിലെ സംസ്കാരത്തിന്റെ ഒരു മുഖേത്രമാണ്. നീ എന്താ താമസം എന്ന് ചോദിച്ചു. അവൻ പറയുന്നത് താമസന്നേ ഉള്ളൂ. ഇത് സാർ അതിനെ കുറിച്ചൊന്നും ചോദിച്ചില്ല. ഇത് സാർ കാരണം ചോദിച്ചു. എന്നാലും എന്താ കാരണം? പല പ്രാവശ്യം ചോദിച്ചു. ഇവ പറയുന്നത് പറയത്തക്ക കാരണമൊന്നുമില്ല, എന്നാലും എന്തെങ്കിലും ഒരു കാരണമില്ലാതെ താമസിക്കുമോ? അപ്പൊ ഇവൻ പിന്നെ പറയുന്നത് അത് പ്രാധാന്യമില്ലാത്ത ഒരു കാര്യമാണ്, പിന്നെന്തിനാണ് പറയുന്നത്? സാറ് പറഞ്ഞു, എന്നാലും ഞങ്ങൾ നാലുകെട്ടൊന്നും എന്ന് പറഞ്ഞു. പറഞ്ഞു വളരെ സാർ നിർബന്ധിക്കപ്പെടുകയും പറഞ്ഞു. കഴിഞ്ഞ ദിവസം ഞാനിങ്ങനെ അതിലെ പോയപ്പോ ഒരാൾ ചീത്ത പറഞ്ഞു. ഇന്ന് ഞാൻ എല്ലാം കൊല്ലാനായിട്ട് കുറച്ച് സമയം എടുത്തു, അതുകൊണ്ട് അത്രയും താമസിച്ചു. അപ്പൊ അത് വിട്ടില്ല കൊല്ലുന്ന, അല്ലെങ്കിൽ കൊതുകിനെ അടിച്ചു കൊല്ലുന്ന അത്രയും ലാഘവത്തോടുകൂടിയാണ് ഇങ്ങോട്ട് വന്ന ഒരു കൊതുകിനെ കൊല്ലാൻ അല്പം സമയം എടുത്തു. അല്ലെങ്കിൽ കൊണ്ടുകൊണ്ട് നേരത്തെ വരാമായിരുന്നു. 21ാം നൂറ്റാണ്ടിന്റെ മുഖത്ത് റീസലോ അതിനേക്കാൾ എനിക്ക് ഭയങ്കരമായിട്ട് തോന്നിയത് ഞാൻ വായിച്ചാൽ ഓർക്കുന്നുണ്ട്. അത് തന്നെ ചിന്തിച്ചിട്ട് കേട്ടോ. അത് നിങ്ങൾ അതിന് കിടന്ന് ചിന്തിക്കുന്നത് അതിനെക്കുറിച്ച്. അതിന്റെ മോറലസം മാത്രമേ എടുക്കാവൂ. 21ാം നൂറ്റാണ്ട് ഒരു ചിത്രം. ഒരു പോലീസുകാരൻ ഇങ്ങനെ ടൗണിലെ അതെ സെക്യൂരിറ്റി ഇങ്ങനെ രാത്രിയില് കടത്തണ്ണയിൽ കിടന്നിറങ്ങിയ ഒരാളിനെ രാത്രിയിൽ എന്നെ വിളിച്ചു. നീ ആരാന്ന് ചോദിച്ചു. ഉടനെ അവൻ എഴുന്നേറ്റ് അയാളെ തട്ടിക്കൊടഞ്ഞ് എഴുന്നേറ്റ് പറഞ്ഞു, എനിക്കറിയില്ല. 21ാം നൂറ്റാണ്ട് അറിയത്തില്ല. നിന്റെ പേരെന്താന്ന് ചോദിച്ചു. അറിയത്തില്ല. എത്ര വയസ്സുണ്ട് അറിയത്തില്ല. എവിടുത്തുകാരൻ അറിയത്തില്ല. അപ്പനാരാ അറിയത്തില്ല. അമ്മയാരാ അറിയത്തില്ല. എന്നെ ദൈവമേ, ഇതൊന്നും അറിയാത്തൊരു മനുഷ്യനുണ്ട്. പോലീസുകാരനെ കിട്ടാൻ സമർപ്പിച്ചു. അവസാനം ദേഷ്യപ്പോൾ ജസ്റ്റ് വിശിച്ചു വളർന്നു. ഒരു ഉത്തരവാദിത്വമില്ലാത്ത
കാലം. Praise the Lord. ഇതിനായിട്ടല്ല ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. Praise the Lord. 21-ാം നൂറ്റാണ്ട് വരരുത് എന്ന് പ്രാർത്ഥിക്കുന്ന ഒരുത്തനാണ്. കാരണം വന്നാൽ ഇതും സംഭവിക്കും, ഇതിനേക്കാൾ കുറച്ചുകൂടെ കൂടിയെന്നും സംഭവിക്കും. Praise the Lord. ദൈവത്തെ കൂടാത്ത അഭിവൃദ്ധി, ദൈവത്തെ കൂടാത്ത പട്ടണം പണി, ദൈവത്തെ കൂടാത്ത കലാവാസന, ദൈവത്തെ കൂടാത്ത കണ്ടുപിടുത്തങ്ങൾ എല്ലാം പ്രകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ നിങ്ങൾ അവിടെ എവിടെയെങ്കിലും കേട്ടോ സാഹിത്യം മുഴങ്ങുന്നു, സംഗീതം ഉയരുന്നു, പ്രൈസലോ ഗീതകഥകൾ ഇങ്ങനെ ഉയരുന്നു, എന്നാൽ എവിടെയെങ്കിലും പ്രാർത്ഥനയുടെ ശബ്ദം ഈ കായലിന്റെ കുടുംബത്തിൽ ഉയരുന്നതായി നിങ്ങൾ ശ്രദ്ധിച്ചുവോ? കേൾക്കാനില്ല. എന്നാൽ ഞാൻ ആ രണ്ടാമത്തെ ഭാഗം കൂടെ വായിക്കാൻ നിർബന്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലായോ എന്തിനാണെന്ന്? അവിടെ ഒരു വഴിത്തിരിവാണ്. ലോകത്തിലെ ഏക സത്യഭക്തൻ കൊല ചെയ്യപ്പെട്ടതോടുകൂടി വിശുദ്ധന്മാരുടെ തലമുറ അവസാനിച്ചില്ല. വിശുദ്ധ സന്തതി ഒരു കുറ്റി പോലെ പൊട്ടിക്കെടുക്കുവാൻ ദൈവം വീണ്ടും തിരിഹിതമായി. ആദാം തന്റെ ഭാര്യയെ പിന്നെയും പരിഗ്രഹിച്ചു. അവൾ ഒരു മകനെ പ്രസവിച്ചു. ആ കുഞ്ഞിനെ പ്രസവിച്ചിട്ട ഉടനെ ആ കുഞ്ഞിനെ നോക്കിക്കൊണ്ട് ഈ ഹവ ഒരു പ്രവാചകയെ പോലെ പറഞ്ഞു എന്താണെന്നറിയാമോ? കായീൻ കൊന്ന ഹാബേലിന് പകരം, ആ പ്രൈസ് തന്നെ എനിക്ക് ഇഷ്ടമാണ്. പ്രൈസല്ലോ, കായീൻ കൊന്ന ഹാബേലിന് പകരം ദൈവവൈദ്യരെ മനസ്സിലാക്കണം. കായീൻ കൊന്നാൽ ദൈവജനം അവസാനിക്കയില്ല. കായീൻ കൊന്ന ഹാബേലിന് പകരം ദൈവം, സാത്താൻ കൊന്ന ഹാബേലിന് പകരം ദൈവം മറ്റൊരു സന്തതിയെ തന്നു എന്ന് പറഞ്ഞ് അവന് ശേത്തെന്ന് പേരിട്ടു. എന്നിട്ട് തീർന്നില്ല, അടുത്തത് ശേത്തിന് ഒരു മകൻ ജനിച്ചു, അവന് ഏനോസ് എന്ന് പേര്. ഞാൻ നല്ലപോലെ കണ്ണു തിരിഞ്ഞേക്ക് വായിച്ചു നോക്കി, വിത്തുകൾ വല്ലതും കണ്ടുപിടിച്ചോ? ഒന്നും കണ്ടുപിടിച്ചു. പണ്ടൊരു ദൈവഭക്തൻ പറഞ്ഞ പോലെ, I am the greatest inventor. My greatest inventions are the following. I invented that I am a sinner and Christ is my Savior. Praise the Lord. ഞാൻ വേറൊന്നും കണ്ടുപിടിച്ചില്ല. ഞാനൊരു പാപിയാണെന്ന് ഞാൻ കണ്ടുപിടിച്ചു. യേശുവിന്റെ രക്ഷകനാണെന്ന് ഞാൻ കണ്ടുപിടിച്ചു. ഹല്ലേലൂയ. ശേത്തിനൊരു മകൻ ജനിച്ചു, അവൻ ഏനോസ്. ആ കാലത്ത് യഹോവയുടെ നാമത്തിലുള്ള ആരാധന തുടങ്ങി. കായേന്റെ മക്കളുടെ രമ്യഹർമ്മങ്ങളിൽ സംഗീതവും സാഹിത്യവും നൃത്തമാടുമ്പോൾ ഏനോസിന്റെ കൂടാരത്തിൽ ആരാധനയുടെ ശബ്ദമേറുന്നു. നീതിമാന്മാരുടെ കൂടാരങ്ങളിൽ ജയത്തിന്റെയും ഉല്ലാസത്തിന്റെയും ഘോഷം. ദൈവവചനത്തിലെ രണ്ട് തലമുറകളുടെ യാത്ര നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നില്ല. അത് നമ്മുടെ ഗതി എന്താണെന്ന് ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ചോദിച്ചു. ഞാൻ നമ്മുടെ ചിന്താവിഷയത്തിലേക്ക് നിങ്ങൾ ശ്രദ്ധയെ വീണ്ടും ക്ഷണിക്കുന്നു. എല്ലാവരും കർത്താവിനെ വിസ്തരിച്ചാട്ടെ. അങ്ങനെ കായേന്യ സന്തതി ഭൗതികമായി പൊടിപൊടിച്ച് മുന്നോട്ട് പോകുന്ന കഥയാണ് നമ്മൾ കണ്ടത്. ഞാൻ പറയട്ടെ, ദൈവത്തെ വിളിക്കാതെ ജീവിച്ചാലും ആരോഗ്യമുണ്ടാകാം, ദൈവത്തിൽ ആശ്രയിക്കാതിരുന്നാലും ബുദ്ധിയുള്ള കുഞ്ഞുങ്ങൾ ജനിക്കാം, ദൈവത്തോട് പ്രാർത്ഥിക്കാതിരുന്നാലും ഭൗതികമായ നേട്ടങ്ങളും നന്മകളും ഒക്കെ ഉണ്ടാകാം. ഭൗതികമായ കഴപ്പ്, അതിൻ്റെ അതേ തളിർപ്പ് ആത്മീയതയുടെ ഷുവർ അല്ല. ഹല്ലേലൂയ. അത് നിങ്ങളെ ഒന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ ഇത്രയും നേരം പ്രസംഗിച്ചത്. 4 ലോക സാമ്രാജ്യങ്ങളുടെ ചരിത്രം നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ 4 സാമ്രാജ്യങ്ങളും ദൈവത്തെ മറന്നോ ദൈവത്തോട് മറുതലിച്ചോ പിടിച്ചു നിൽക്കാൻ ശ്രമിച്ച സാമ്രാജ്യങ്ങളായി. ബാബിലോൺ സാമ്രാജ്യത്തിന്റെ, അതായത് പുരാതന ഇറാഖിന്റെ
നേതാവായിരുന്ന നെബൂഖദ്നേസർ താൻ പറഞ്ഞത്, എന്റെ ധനമാഹാത്മ്യത്താൽ ഞാൻ എന്റെ അതേ മഹത്വത്തിന് വേണ്ടി നിർമ്മിച്ച ബാബേൽ, മഹറിയാം ബാബേൽ അല്ലയോ എന്ന് ചോദിച്ചു. അവിടെ മുതൽ സാമ്രാജ്യം തുടങ്ങി. ഹല്ലേലൂയ. സർവശക്തൻ ഉടനെ അവനെ ശിക്ഷിച്ചു. ചിലർ വിചാരിക്കുന്ന ദൈവം തമ്മിലാണ് ശിക്ഷിക്കുന്നത്. ഉടനെ ഈ ദാനമെല്ലാം എടുത്തു കളവി, കൊട്ടാരമെല്ലാം ഇടിച്ചു കളവി ഒക്കെ ചെയ്യുന്നത് കൊണ്ടാണ് എന്ന് ധരിക്കും. അങ്ങനെയൊന്നുമല്ല. ദൈവം അവനെ ശിക്ഷിച്ചപ്പോൾ അവന്റെ ബുദ്ധി എടുത്തു കളയാൻ. അതെ, അതുകൊണ്ട് ദൈവം ഒരു മനുഷ്യനെ ശിക്ഷിക്കാവുന്നതിന്റെ പരമാവധി അവന്റെ സൽസ്വഭാവം നഷ്ടപ്പെട്ടു പോവുകയെന്നുള്ളത്. അന്ന് വരെ കൊട്ടാരത്തിൽ രാജഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന ആള് ദൈവം തമ്പുരാൻ ശിക്ഷിച്ച ഉടനെ പുല്ലും വെള്ളവും ചോദിച്ചു, എന്നെ ഇപ്പൊ തന്നെ കാട്ടിക്കൊണ്ട് വിടണമെന്നത്. അവസാനം ശിക്ഷയുടെ കാലാവധി കഴിഞ്ഞപ്പോൾ കണ്ണുനീരോ തീർത്തി എന്നേക്കും ജീവിച്ചിരിക്കുന്നവനെ വളർത്തി. അപ്പോൾ അവന്റെ ബുദ്ധി അവനിലേക്ക് മടങ്ങി വന്നു. അന്നേരം അവനെ അന്വേഷിച്ച് കൊട്ടാരത്തിൽ നിന്ന് മാറുന്നു. എല്ലാം യഥാസ്ഥാനത്ത്. എങ്കിലും പറയട്ടെ, ബാബിലോൺ സാമ്രാജ്യം, അതിനുശേഷമുള്ള മീദോ പെർഷ്യ സാമ്രാജ്യം, ഈ സാമ്രാജ്യങ്ങളിലൊക്കെ തന്നെ നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ അവിടെയൊന്നും ദൈവത്തിന് മഹത്വം കൊടുത്തിട്ടില്ല. 3 പൈതങ്ങളെ തീരിട്ടത് വിഗ്രഹത്തെ നമിക്കാവുന്നതിന്റെ പേരിലാണ്. ദാനിയേലിനെ സിംഹക്കുഴിയിലിട്ടത് മനുഷ്യനോട് പ്രാർത്ഥിക്കാവുന്നതിന്റെ പേരിലാണ്. ദൈവത്തെ ആരാധിക്കേണ്ടതിന് പകരം ആരാധനയെ വഴിതെറ്റിച്ച സാമ്രാജ്യങ്ങളായിരുന്നു. 3ാമത്തെ സാമ്രാജ്യം നിങ്ങൾക്കറിയാമല്ലോ, ഗ്രീക്ക് സാമ്രാജ്യം. ഇതിനെ സംബന്ധിച്ച് പറയുന്നത് വിവരിക്കേണ്ട കാര്യമില്ല. മനുഷ്യന്റെ മൃഗീയ വാസനകൾക്ക് കോൺക്രീറ്റ് ഫോം നൽകി സങ്കല്പിക്കാവുന്ന സകലവിധമായ അതേ വശവത്വങ്ങളും സങ്കല്പിച്ച് അതിനെല്ലാം രൂപം കൊടുത്ത് സകല അശുദ്ധ സ്വഭാവങ്ങളുടെയും മൂർത്തി ഭാവമായിരിക്കുന്ന ദേവീ ദേവന്മാരെ നാട് നീളം നിർമ്മിച്ചു വെച്ചു. ഗ്രീക്ക് സാമ്രാജ്യത്തിന്റെ സംഭാവനയാണ്. 4ാമത്തെ സാമ്രാജ്യം അതിന്റെ അടയാളം ഉയരെ പറക്കുന്ന കഴുത, കൊടിയടയാളം. എന്നാൽ തകർന്ന് തരിപ്പണമായി. ഇപ്പൊ 4ാമത്തെ സാമ്രാജ്യം ആർക്കെങ്കിലും കാണണമെങ്കിൽ കുപ്പ കളച്ച് നോക്കണം, ഇളകി വരും. 4ാം സാമ്രാജ്യത്തിന്റെ കഷണങ്ങളൊക്കെ മണ്ണിനടിയുന്ന ഇളകി വരും. ആ പരുവത്തിലാക്കി. ഗിബൺസ് എന്ന് പറഞ്ഞ ചരിത്രകാരൻ എഴുതിയ പുസ്തകം ഞാൻ വായിച്ചു നോക്കിയിട്ടുണ്ട്. The decline and fall of the Roman Empire. റോമാ സാമ്രാജ്യം ക്ഷയിച്ചതും നശിച്ചതും അതിന്റെ കാരണങ്ങൾ ഗിബൺസ് പറയുന്നത്. ഇന്ന് രാത്രി ദൈവവചനം കേൾക്കാനുള്ള വന്നിരിക്കുന്ന നിങ്ങൾക്കും എനിക്കും കൂടെ അത് ചിന്താവശ്യമായിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു. റോമാ സാമ്രാജ്യം ഉയരം പറക്കുന്ന കഴുകനെ കൊടിയടയാളമാക്കിയ സാമ്രാജ്യം, കർത്താവായ യേശുവിനെ വിസ്തരിച്ച് കൊലപ്പെടുത്തിയ സാമ്രാജ്യം, അപ്പോസ്തലന്മാരെ ഉപദ്രവിച്ച സാമ്രാജ്യം, സഭയെ 10 മതവീടുകളാൽ ദണ്ഡിപ്പിച്ച സാമ്രാജ്യം, ഇതെല്ലാം ചെയ്ത സാമ്രാജ്യം തകർന്നു പോകാനുള്ള കാരണം ഇന്ന് രാത്രി നിങ്ങളൊന്ന് കേൾക്കേണ്ടതാണ്. 2-3 പോയിട്ടുണ്ട്, ചിലതൊക്കെ പറയാൻ കൊള്ളുന്നത്. 1, കളിവിനോദം. ആകപ്പാടെ 4 പേരിൽ നീളമുള്ള ഒരു ആയുധ ദൈവം തമ്മിലാണ് നമുക്ക് തന്നിരിക്കുന്നത്. അതിനെ കളിവിനോദത്തിന് വേണ്ടി ഉപയോഗിക്കുന്നവൻ ഓർത്തോളം നാശമെടുത്തു. ജീവിതത്തിൽ ഒരു സെൻസ് ഓഫ് ഹ്യൂമർ പാടില്ലെന്ന് ഞാൻ പറയുന്നില്ല. എന്നാൽ ജീവിതം കളിവിനോദത്തിന് വേണ്ടി മാറ്റിവെക്കുന്നവനെ നീ ഓർക്കണം. ജനം തിന്നാനും കുടിക്കാനും ഇരുന്നു. സീനായി വരെ അടിവാരത്ത് കളിപ്പാൻ എഴുന്നേറ്റു. പിന്നെ ഒരു 3000 എണ്ണം കിടന്ന് പരക്കുന്നതാണ്. ദൈവത്തെ ആരാധിക്കാൻ വിളിക്കപ്പെട്ട ജനമേ, ഇന്ന് കുടിച്ച് കളിക്കാനായിട്ട് ആയുസിനെ ചെലവഴിച്ചാൽ അപകടമുണ്ടാകുമെന്ന് ഇന്ന് രാത്രി ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. റോമാ സാമ്രാജ്യത്തിന്റെ പതനത്തിന്റെ ഒരു കാരണം ജനങ്ങൾ മെരിമേക്കിംഗ് ആയിരുന്നു. എപ്പോഴും രസമാണ്. നമ്മളൊക്കെ തമ്മിൽ കാണുന്നത് എന്നാണ് വിശേഷം എന്ന് ചോദിക്കുന്നതിന് പകരം റോമാ സാമ്രാജ്യത്തിലെ ആളുകൾ തമ്മിൽ കാണുന്നു എന്നാണ് രസം. അങ്ങനെ രസത്തിന് വേണ്ടി ജീവിച്ചു. 2ാമത്തേത് ഡ്രങ്കണ്ണസ്, മദ്യപാനം. സമാധാനം കെടുത്തുന്നത്, ബുദ്ധി മന്ദിപ്പിക്കുന്നത് മദ്യപാനം. 3ാമത്തേത് ഇതിന്റെ സന്തതിയാണ്. 3ാമത്തേത് ദുർനടപ്പ്.
ഞാനൊരു കാര്യം പറയാം, ഒരു മനുഷ്യൻ ദുർനടപ്പ് ജീവിതത്തിൽ ആചരിച്ചാൽ അവന് മനുഷ്യനാണെങ്കിൽ അവന് ശിക്ഷ അനുഭവിക്കാതിരിക്കുകയില്ല. വേദപുസ്തകത്തിൽ, ഉൽപ്പത്തി പുസ്തകത്തിന്റെ പേജുകൾ വിളിച്ചു പറയുന്നത് ദുർനടപ്പിന്റെ ഫലമായി ദൈവം കുടുംബങ്ങളെ, പട്ടണങ്ങളെ, സാമ്രാജ്യങ്ങളെ ശിഥിലമാക്കിയെന്നാണ്. റോമാ സാമ്രാജ്യത്തിലെ പൗരന്മാര് പാപം ചെയ്ത് എല്ലാ വിധത്തിലും നശിച്ച് ദുർബലരായിരിക്കുന്ന സമയം നോക്കിയാണ് വാൻഡേഴ്സ് എന്ന് പറയുന്ന ശത്രുക്കൾ അവരുടെ മേൽ ചാടി വീണ് സാമ്രാജ്യം വെട്ടിപ്പിടിച്ച് നശിപ്പിച്ചത്. മൊറാലിറ്റി പാലിക്കാത്ത ഒരു വ്യക്തിക്കും കുടുംബത്തിനും ഒരിക്കലും നിലനിൽപ്പില്ലെന്നുള്ള സത്യം ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. ഞാൻ ഇങ്ങനെ ഇവിടെ വന്നതിന് ശേഷം ഞാൻ ഒരു സ്ഥലത്തേക്ക് ഒരു കൊച്ചു പെൺകുട്ടി ഇങ്ങനെ എന്നോട് ചോദിച്ചു, സ്ഥലം പറയുന്നു, ഫ്ലോറിഡ കണ്ടോന്ന് ചോദിച്ചു. അപ്പൊ ഈ കൊച്ചു ഫ്ലോറിഡ കണ്ടോന്ന് ചോദിച്ചു. എനിക്ക് മനസ്സിലായി. ഞാൻ എന്താ ഫ്ലോറിഡയിൽ എന്താ പ്രത്യേകത? ഡിസ്നി വേൾഡ് കണ്ടു. അവനില്ല. ഷൂ കഷ്ടമായി. ഞാൻ എന്നോടൊന്നും തർക്കിക്കാനൊന്നും പോലും. ആ കൊച്ചിന്റെ വികാരി ഡിസ്നി വേൾഡ് കണ്ടില്ലെങ്കിൽ പക്ഷെ ഞാനൊരു കാര്യം പറയാം, നമ്മൾ പലത് കണ്ടില്ലെങ്കിലും നമുക്കൊരു കുഴപ്പമില്ല. പല കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യാതിരിക്കുന്നതുകൊണ്ട് അത്ര വലിയ നഷ്ടമൊന്നും വരാനില്ല. എന്നാൽ ഒരു വിഷയമുണ്ട്, അത് കണ്ടില്ലേ കേടാണ്, അത് അനുഭവിച്ചില്ലെങ്കിൽ ദോഷമാണ്, അത് സാധിച്ചില്ലെങ്കിൽ പോക്കാണ്. എന്താണ് വിഷയം? ഗോഡ്ലിനെസ്, സ്പിരിച്വാലിറ്റി, ആത്മീയം, ദൈവീകം, അത് നമ്മുടെ ജീവിതത്തിൽ സാധിക്കുന്നില്ലെങ്കിൽ പോക്കാണ്. ഞങ്ങളുടെ നാട്ടിൽ കഴിഞ്ഞ തലമുറയിൽ ഉണ്ടായ ഒരു സംഭവം, എന്റെ പ്രിയ മാതാവ് ഞങ്ങളുടെ വീട്ടിൽ വെച്ച് പറഞ്ഞ കഥ ഞാൻ പല യോഗങ്ങളിലും പറഞ്ഞിട്ടുണ്ട്. ഒരു വല്യമ്മച്ചി പുട്ടുപുഴുങ്ങിയ ഒരു കഥ. വല്യമ്മച്ചിയും അവരുടെ മരുമകളും കൂടി ഇങ്ങനെ അടുക്കളയിലെ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മരുമകൾ വെളിയിൽ എന്തോ ജോലി ചെയ്യുകയാണ്. അവരെന്ത് ജോലിക്കാരനുണ്ടെങ്കിലും സഹകരിച്ച ചെയ്യും. സാധാരണ അമ്മായിമാരുടെ കൂട്ട് പോരൊന്നുമില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ഈ അമ്മായിയമ്മ വളരെ തീഷ്ണതയോടെ മകളെ വിളിച്ചു, മോളെ ജോലി വന്നേ, അമ്മച്ചിക്ക് വല്ല തീഭയം വല്ലതും ഉണ്ടായതാണോ, അപകടം വല്ലതും ഉണ്ടായതാണോ എന്ന് വിചാരിച്ച് മരുമകൾ ഓടി വന്നു. അന്നപ്പോ അമ്മച്ചി പാദപ്പൊടിയെ പിടിച്ച് ചിന്താഗതിയായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ഒന്നും പറ്റിയിട്ടില്ല. എന്താ അമ്മച്ചി വിളിച്ചത്? എന്റെ കുഞ്ഞെ ഒരു സംശയം തീർക്കാൻ വിളിക്കുന്നേ ഉള്ളൂ. എന്തോ ആ സംശയം? എത്ര കണ്ണിൽ അരിയായിരിച്ചെന്ന് ചോദിക്കായിരുന്നു മോളെ. അത് അമ്മച്ചി നമ്മൾ ഇത്ര കണ്ണിലേ എന്താ? അല്ലെന്റെ കുഞ്ഞെ മുഴുവനായിട്ടും കുത്തി നിറയുന്നില്ല. രണ്ടുപേരും കൂടെ പരിശോധിച്ചു. നോക്കിയപ്പോ പുറമേ കുഴപ്പമൊന്നുമില്ല. ഭംഗിയായിട്ട് നേരെയായിരിക്കുന്ന ബാക്കിയൊക്കെ ശരിക്കും ബാക്കിയായിക്കൊണ്ട് തീയൊക്കെ നല്ലപോലെ ആളിക്കത്തുന്നുണ്ട്. പിന്നെ പണ്ടാണ്ട് പറഞ്ഞപോലെ സംതിങ് സംഭവം എന്ന് പറഞ്ഞ പോലെ റേസിനോ കീഴെ താങ്ങില്ലെന്ന് മാത്രമേ. ഇന്നത്തെ തലമുറയ്ക്ക് പറ്റിയിരിക്കുന്ന മറ്റതാണ് അമ്പരചുംബികളായ ചിത്രങ്ങളും അവയെ കണ്ണഞ്ചിപ്പിക്കുന്ന മനോഹരമായ കാഴ്ചകളും തനിക്ക് മന്ദപിടിപ്പിക്കുന്നതായിട്ടുള്ള 1000 കാര്യങ്ങളും കാണാനും കേൾക്കാനും എല്ലാം എവിടെയുമുണ്ട്. പക്ഷേ കീഴെ ശാശ്വതഭയങ്ങളില്ല. ദൈവത്തിന്റെ സ്ഥാനമില്ല. ദൈവവിനയത്തിനെയും കാണുന്നില്ലെങ്കിൽ എന്തെല്ലാം ഉണ്ടെന്ന് പറഞ്ഞാലും ജീവിതം വെറുതെ വെറുതെ. ദൈവമുണ്ടെങ്കിൽ മറ്റുള്ളതെല്ലാം ഉണ്ട്. എന്റെ കൃപ നിനക്ക് മതി. ആരാണ് ഒരു ആത്മീയൻ ദൈവകൃപയെ ഈ വെണ്ണമയോട് ചോദിച്ചിട്ടുണ്ട്. എന്താണ് ചോദിച്ചെന്നല്ലോ, വെണ്ണമൈ കൈവശമുണ്ടെങ്കിൽ 2 എണ്ണം കയ്യിലുണ്ട്. വെണ്ണമൈ കൊണ്ട് ഉരുക്കുകയും അതിന് ഉരുക്കുന്നതായി കിടക്കുന്ന വെണ്ണമൈ ഉണ്ടാക്കാൻ പറ്റും. ഇസ്രായേൽ മക്കൾക്ക് ദൈവം മന്ന കൊടുത്തു. മരുഭൂമിയിൽ 40 വർഷം മന്ന അവരെന്ത് ചെയ്തു? അവർക്ക് ഇഷ്ടമുള്ള പലഹാരങ്ങളാക്കി മാറ്റി. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആകൃതിയിൽ, ഇഷ്ടമുള്ള വലിപ്പത്തിൽ നിങ്ങൾക്കത് ആക്കാം.
നിങ്ങൾക്ക് ഇഷ്ടമുള്ള രുചി അതിൽ നിന്ന് കിട്ടും. അതിന്റെ അടിസ്ഥാന പദാർത്ഥം മഞ്ഞയാണ്. ദൈവത്തിന്റെ കൃപ എനിക്ക് നിനക്ക് ഉണ്ടെങ്കിൽ അത് ജീവിതത്തിന്റെ എല്ലാ വഴികളിലേക്കും എല്ലാ തലങ്ങളിലേക്കും കടന്നു വന്ന് എന്നെയും നിന്നെയും താങ്ങുവാൻ നിർത്തുവാൻ പര്യാപ്തമാണ്. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, എന്റെ കൃപ നിനക്ക് മതി. കർത്താവിനോട് പറഞ്ഞ കാര്യം അവൻ എടുത്തു പറയുന്നു, എന്റെ കൃപ നിനക്ക് മതി. പൗലോസ് തിമോഥെയോസിനോട് പറയുമ്പോൾ ഈ ആശയം ആവർത്തിക്കുകയാണ്. എന്താ പറയുന്നത്? മകനെ, ക്രിസ്തുയേശുവിന്റെ കൃപയാൽ ശക്തിപ്പെടുക. ദൈവകൃപ ഉണ്ടെങ്കിൽ എല്ലാം ഉണ്ട്. ദൈവകൃപ ഇല്ലെങ്കിൽ ഇതൊന്നും. ദൈവകൃപ ഉണ്ടെങ്കിൽ അത് നിനക്ക് കൈമുതലായിട്ടുണ്ടെങ്കിൽ നീ വെറും കൈയായിട്ട് പോയാൽ ദൈവം നിന്നെ വെറുതെ അയക്കും. എന്നാൽ നിനക്ക് ദൈവകൃപ ഇല്ലെങ്കിൽ നീ വലിയ കെട്ടും കെട്ടി പോയാൽ ഒരു നമ്മുടെ ചിന്താവശ്യത്തിലേക്ക് നമുക്ക് ഓടി വരാം. ഇതാ സാത്താനും പ്രവർത്തിക്കുന്നു, ദൈവവും പ്രവർത്തിക്കുന്നു. എനിക്കറിയാം, അവിടെ ഇരിക്കുന്ന ചില ആൾക്ക് പിശാചിനെ ഭയങ്കര പേടി. ദൈവം തമ്പുരാൻ വാഗ്ദത്ത പ്രകാരം ഇവിടെ വന്നിട്ടുണ്ടെന്ന് എത്ര ദൈവദാസന്മാരെ പ്രാർത്ഥന പറഞ്ഞിട്ടും ഒരനുഭവം. അതേപോലെ ഒരു പ്രവാചകൻ വന്നുകൊണ്ട് ഒരു കറുത്ത പിശാച് ഇന്നെ ഓടിൽ ഇരിക്കുന്നെന്ന് പറഞ്ഞാൽ അടുത്തടുത്തടുത്ത പിശാചിനെ കുറിച്ചുള്ള സാന്നിധ്യം പോലും അനേക ദൈവത്തെ കുറിച്ചില്ല. അവിടെയാ നഗരം. Satan rules, but God overrules. സകലലോകം ദുഷ്ടന്റെ അധീനതയിൽ കിടക്കുന്നു. കഴിഞ്ഞ ദിവസം ഞാൻ ഈ കഥാവിന്റെ ആത്മാവിൽ പറഞ്ഞത് എന്റെ ഓർമ്മ. ഞാൻ ഉറങ്ങി കിടക്കുമ്പോൾ കിട്ടുകതയല്ല, ഞാൻ ഉറങ്ങി കിടക്കുകയാണെന്ന് എനിക്ക് തന്നെ ഒരു സംശയമുണ്ട്. ഒരാൾ എന്റെ അടുത്ത് വന്ന് നിൽക്കുന്നതായിട്ട് എനിക്കറിയാം. ഇത് കണ്ണു തുറക്കത്തില്ല. വളരെ ഇമ്പമായിട്ട് എന്നെ വിളിച്ചേച്ച് പറഞ്ഞു, നീ ദിവസവും പ്രസംഗിക്കുന്ന നിനക്ക് ശരീരത്തിൽ ക്ഷീണമുണ്ട്, പ്രസംഗം നിർത്താമെങ്കിൽ നിനക്ക് ആരോഗ്യമുണ്ടാകും. പറഞ്ഞ പുള്ളിയെ ഞാനിങ്ങനെ അന്വേഷിച്ചോണ്ടിരിക്കുക. ദൈവവചനം പ്രസംഗിക്കാതിരുന്നിട്ടുള്ള ആരോഗ്യം, കർത്താവിന് വേണ്ടി വേദനയാതിരുന്നിട്ടുള്ള സൗഖ്യം, എന്തിനാണ് ദൈവത്തിന്റെ പരിഗണന? ഒരിക്കൽ നാട്ടിൽ എന്നെ വളരെ സ്നേഹിക്കുന്ന ഒരാളെന്നോട് ചോദിച്ചു, എന്നും ഇങ്ങനെ പ്രസംഗിച്ചാൽ ക്ഷയം പിടിക്കുക. ഞാൻ പറഞ്ഞു, അതുകൊണ്ടാണ് ക്ഷയം പിടിക്കാൻ നടക്കുന്നത്. ദൈവത്തിന് പ്രസംഗിക്കുന്നവരോട് ചോദിക്കുക, അതുകൊണ്ടാണ് നിൽക്കുന്നത്. എന്റെ കിടക്കയിന്മേ ഞാൻ നിന്നെ ഓർക്കയും രാത്രിയാമങ്ങളിൽ നിന്നെ ധ്യാനിക്കുകയും ചെയ്യുമ്പോൾ എന്റെ പ്രാണന് മറ്റയും മേധസ്സും കൊണ്ട് ദൈവവചനത്തിന്റെ സൗഖ്യം. നീ ദൈവവചനം ശുശ്രൂഷിക്കുമ്പോൾ അതിൽ നിന്നൊരു സൗഖ്യം നിനക്ക് ലഭിക്കും. അതിൽ നിന്നൊരു രോഗശാന്തി നിനക്കുണ്ടാകും. അതിൻ്റെതായ ഒരു ആരോഗ്യം ദൈവം നിനക്ക് തരും. അത് ഭക്ഷണത്തിന്റെ ആരോഗ്യമല്ല. അതെ, ദൈവത്തിന്റെ പ്രവൃത്തി ദൈവം തുടരുകയാണ്. ഞാൻ വളരെ ദീർഘമാക്കാതെ മുമ്പോട്ട് പോകട്ടെ. നിങ്ങൾ പ്രാർത്ഥനയോടുകൂടെ ഇരിക്കുക. നമ്മൾ ഒരധ്യായത്തിൽ കണ്ടു, സാത്താനെ കായേനെ കൊണ്ട് ഹാവേലിനെ കൊല്ലിച്ചു. ദൈവജനത്തെ അവിടെ കൊണ്ട് അവസാനിപ്പിക്കാമെന്ന് വിചാരിച്ചു. പക്ഷെ ദൈവം കടന്നാക്രമിച്ചു. ദൈവം ഒരു ശേത്തിനെ ഭൂമിയിലേക്ക് അയച്ചു, ഒരു ഏനോസിനെ ജനിപ്പിച്ചു. ഒരു വിശുദ്ധ സന്തതി കുറ്റിപൊട്ടിട്ട് നിൽക്കുന്നത് പോലെ കിളിർത്തു. യഹോവയുടെ നാമത്തിലുള്ള ആരാധനയുടെ ശബ്ദം ഭൂമിയിൽ മുഴങ്ങുവാൻ ഇടയായിത്തീർന്നു. സാത്താൻ അടങ്ങിയിരുന്നില്ല. അടുത്ത അധ്യായത്തിലേക്ക് നമ്മൾ പിന്നെ കടക്കുമ്പോൾ അവിടെ ഒരു കാഴ്ച കാണാം. നിങ്ങൾ ആ 5-ാം അധ്യായത്തിലേക്ക് ഒന്ന് കടക്കാമെങ്കിൽ, 30 ദിവസം 5-ാം അധ്യായത്തിലേക്ക് കടക്കാമെങ്കിൽ അവിടെ ഒരു നല്ല കാഴ്ച കാണാം. ഞാൻ ഈ 30 ദിവസം 5-ാം അധ്യായത്തിൽ ഇരിക്കുന്നത് വേദവചനത്തിലെ തവക്കോട്ട എന്താണെന്നറിയാം. ഓരോ ഭാഗം വായിക്കുമ്പോഴും നമ്മൾ കാണാം, ഒരാൾ ഇത്ര നാൾ ജീവിച്ചിരുന്നു, പുത്രന്മാരെ ജനിപ്പിച്ചു, പിന്നെ അവൻ മരിച്ചു. പിന്നെ ഒരുത്തൻ ഇത്ര നാൾ ജീവിച്ചിരുന്നു, പുത്രന്മാരെ ജനിപ്പിച്ചു, പിന്നെ അവൻ മരിച്ചു. പിന്നെ ഒരുത്തൻ കുറച്ച് നാൾ ജീവിച്ചിരുന്നു, പുത്രന്മാരെ ജനിപ്പിച്ചു, പിന്നെ അവൻ മരിച്ചു. ഇതാ ജനങ്ങളുടെ ജീവിതത്തിന്റെ രത്നം ചുരുക്കം. പിന്നെ അവൻ മരിച്ചു. എല്ലാം മരണത്തിൽ കലാശിക്കുക.
എന്നാൽ ഈ സെമിത്തേരിക്കകത്തൂടെ നടന്നു പോയപ്പോൾ ഇതിനകത്തൊരു സദ്വർത്തമാനം എന്താണെന്നറിയാമോ? ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നു. ദൈവമോനെ റാപ്സം ചെയ്തതിനോ, ദൈവമോനെ പൊക്കിയെടുത്തതിനോ ഒരു ദിവസം ലോകത്തിലവൻ അപ്രത്യക്ഷനായി. അവൻ ദൈവത്തെ പ്രസാദിപ്പിച്ചു എന്ന് എടുക്കപ്പെടുന്നതിന് മുമ്പേ സാക്ഷ്യം പ്രാപിച്ചു. വേദപുസ്തകം പരിശോധിക്കുന്ന ഒരു സത്യഭക്തന് ഒരു കാര്യം മനസ്സിലാക്കാൻ കഴിയും. എന്താണെന്നറിയാമോ? ഒരുത്തൻ ഈ ലോക ജീവിതകാലത്ത് തന്നെ വഷളത്വം നിറഞ്ഞ തലമുറയിൽ തന്നെ ദൈവത്തോടുകൂടെ നടക്കാൻ കഴിയുമെന്ന് തെളിവുണ്ട്. ചിലര് എല്ലാവരും നന്നായിട്ട് നന്നാകാതിരിക്കുന്നവരുണ്ട്. ആഴ്ച നടക്കാൻ പോകും. എല്ലാവരും വഷളായിട്ട് നടക്കുമ്പോൾ ഹാനോക്ക് ദൈവത്തോടു കൂടെ നടന്നതുപോലെ നടക്കാൻ പരിപാടി ഉണ്ടെങ്കിലേ നടക്കൂ. ഒന്ന്. രണ്ടാമത്, അങ്ങനെ ദൈവത്തോടുകൂടി നടന്ന ഈ വ്യക്തി അവൻ നല്ല സാക്ഷ്യം പ്രാപിച്ചത് എപ്പോഴാണെന്നറിയാമോ? ചത്തു കഴിഞ്ഞാൽ. എന്റെ ദൈവം ഇന്ന് പലരോടും ആത്മീയത്തിന്റെ ഉറപ്പിനെ കുറിച്ച് ചോദിച്ചാൽ പറയുന്നത് ഒന്നും പറയാൻ നിൽക്കുകയില്ല. രക്ഷിക്കപ്പെട്ടതാണെന്ന് ചോദിച്ചാൽ അങ്ങ് എന്നെ അറിയാൻ ഒക്കുള്ളൂ. എന്നാൽ എന്റെ വേദപുസ്തകം പറയുന്നത് ഇവിടെ വെച്ച് തന്നെ അതിന്റെ നിശ്ചയം പ്രാപിക്കാമോ? കർത്താവായ യേശുവിന്റെ ഉപദേശം, അപ്പോസ്തലന്മാരുടെ വചനങ്ങൾ, ഇതെല്ലാം നമ്മൾ കൂട്ടിച്ചേർത്ത് പരിശോധിച്ച് നോക്കിയാൽ കണ്ണടയുന്നതിന് മുമ്പ് തന്നെ ആത്മാവിന്റെ ഉറപ്പ് പ്രാപിച്ചു കൊള്ളണമെന്നാണ് ഈ പുസ്തകം പറയുന്നത്. ഹല്ലേലൂയ. ഞാൻ ആ ഭാഗത്തേക്ക് തിരിയുന്നില്ല. ദൈവത്തിന് സ്തോത്രമുണ്ടാകട്ടെ. അത് ഇവിടെ അവൻ എടുക്കപ്പെടുന്നതിന് മുമ്പേ അവൻ ദൈവത്തെ പ്രസാദിപ്പിച്ചെന്നുള്ള സാക്ഷ്യം അവൻ പ്രാപിച്ചു. ഇന്ന് ഒരാളിനെ കുറിച്ചുള്ള സാക്ഷി മുഴുവൻ പറയുന്നത് എപ്പോഴാണെന്നറിയോ? ചത്ത് കിടക്കും. ഈ ചത്ത് കിടക്കുമ്പോൾ അനേകം ആളുകളും ഈ നല്ല കാര്യം പറയുന്നത് എന്തിനാണെന്നറിയോ? അറിഞ്ഞേക്കാം, ആ കേറും ഏതായാലും ഇവന്റെ ശല്യം തീർന്നല്ലോ, അറിഞ്ഞേക്കാം. അല്ലാതെ ആത്മാർത്ഥം എന്ന് പറയുന്നത് ഈ കർമ്മപ്രസംഗത്തിനകത്ത് 99% പതിന വൈസല്ലോ. ആരേലും ദൈവത്തിന്റെ വൈകലേ ഇവിടുന്ന് ഞാനും നീയും പറന്നു പോകുന്നതിന് മുമ്പേ ദൈവത്തെ പ്രസാദിപ്പിച്ചെന്ന് സാക്ഷ്യം പ്രാപിക്കണം. ദൈവം അവനെ എടുത്തുകൊണ്ടതിനാൽ കാണാതെയായി. ഈ ശവകുടീരങ്ങൾക്കിടയിൽ നിന്ന് മരണം കൂടാതെ പറന്നു പോകുന്ന ഹാനോക്കിനെ നമുക്ക് കാണുവാൻ സാധിക്കും. ഇത് അതെ വിശുദ്ധന്മാരുടെ ഉത്പ്രാവണത്തിന്റെ ഒരു ചെറിയ മങ്ങിയ നിഴലും കൂടിയാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അതുകൊണ്ട് നിൽക്കട്ടെ. പ്രൈസലോ. അത് കഴിഞ്ഞ് നമ്മൾ അടുത്ത അധ്യായത്തിലേക്ക് കടക്കുകയാണ്. ഞാൻ തൊട്ടുതൊട്ട് ഓടിപ്പോവുകയാണ്. 6-ാം അധ്യായത്തിലേക്ക് കടന്നപ്പോൾ ലോകം ഒരു പെരുവഴിയിൽ കൂടെ നീങ്ങുകയാണ്. പ്രൈസലോ. ഭൂമിയിൽ മനുഷ്യർ വർദ്ധിച്ച് പെരുകി. അതൊന്നും തെറ്റിദ്ധരിക്കരുത്. ചില ആളുകൾക്ക് ഒരു പറച്ചിലുണ്ട്. എന്താണെന്നറിയോ? ഈ ധാരാളം കുഞ്ഞുങ്ങളുള്ളത് അനുഗ്രഹത്തിന്റെ ഒരു ലക്ഷണം. ആരോ ഒരിക്കലും ഇങ്ങനെ വ്യാഖ്യാനിച്ചതായിട്ട് കേട്ടിട്ടുണ്ട്. ദൈവം തമ്പുരാൻ മനുഷ്യനെ അനുഗ്രഹിച്ചപ്പോൾ ആ അബ്രഹാമിനെ വിളിച്ച് പറയുമ്പോൾ 2 അതേ ഉപമാനങ്ങൾ പറഞ്ഞു. നിന്റെ സന്തതി വർദ്ധിച്ചു വരുമെന്ന് പറഞ്ഞിട്ട് ഒന്ന് മേലത്തേലും പറഞ്ഞു, മറ്റേ താഴത്തെ. ഒന്ന് ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെയും വരുന്നു, കടപ്പുറത്തെ മണൽ പോലെയും വരുന്നു. അത് 2 തരത്തിലുള്ള പെരുക്കം വന്നിരിക്കുന്നു പോകുന്നു. ദൈവത്തെ വിളിച്ച് നേരാം വഴിയിൽ പോകുന്നവൻ വർദ്ധിച്ചാലും അത് നക്ഷത്രങ്ങളെ പോലെ വർധനമായിരിക്കും. ഇപ്പോഴത്തെ വർധനവ് കടപ്പുറത്തെ മണൽ പോലെയാണ്. ഉയരത്തിലെ ദൈവത്തോട് ബന്ധമില്ലാത്ത വർധനമാണ്. പ്രൈസലോ. ഇവിടെ വിശുദ്ധ സന്തതി വർദ്ധിക്കുന്നതിനേക്കാൾ എണ്ണം പറഞ്ഞ് വർദ്ധിക്കുകയാണ് കായന്യ സന്തതി. മനുഷ്യർ ഭൂമിയിൽ വർദ്ധിച്ചു വരികി. 6-ാം അധ്യായം കൊണ്ട് വായിച്ചാലല്ല ഇന്നത്തെ പരിപാടി തന്നെയാണ്. ഒന്ന് വായിച്ചു, 2-3 വാക്യങ്ങൾ അവർക്ക് പുത്രന്മാർ ജനിച്ചപ്പോൾ ദൈവത്തിന്റെ പുത്രന്മാർ മനുഷ്യരുടെ പുത്രന്മാരെ സൗന്ദര്യമുള്ളവരെന്ന് കണ്ടിട്ട് തങ്ങൾക്ക് ബോധിച്ചേവരെയും ഭാര്യമാരായി എടുത്തു. ഒരുപാട് കാര്യങ്ങൾ അവിടേക്ക് ഉണ്ട്. ഞാൻ വെട്ടിച്ചെടുക്കട്ടെ. പ്രൈസലോ. ദൈവം ആദാമിനെയും ഹവ്വയെയും കൂട്ടിച്ചേർത്തപ്പോൾ ഒരുത്തന് ഒരു ഭാര്യ, മോണോഗമി, പോളിഗമി. പ്രൈസലോ. വൈപരീത്യ ഉപദേശങ്ങൾ 30 പുസ്തകത്തിൽ കാണുകയാണ്. ഏകഭാര്യത്വം
ഏകഭക്തൃത്വം ഇതാണ് ദൈവത്തിന്റെ ആത്മാവ് നിശ്ചയിച്ചത്. എന്നാൽ സാത്താന്റെ വാഴ്ചയായപ്പോൾ പോളിഗമി, ബഹുഭാര്യത്വം. ഇതിന്റെ അടിസ്ഥാനം എന്താണ്? ദൈവം എല്ലാം കൂട്ടിച്ചേർത്തല്ല, ദൈവത്തിന്റെ ഇഷ്ടമല്ല, ബോധിച്ചതുപോലെ. അവിടെ മുതലാണ് കാലക്കേട് ആരംഭിച്ചത്, ബോധിച്ചതുപോലെ. ഈ വേദപുസ്തകത്തിൽ തന്നെ ഉണ്ട് ചില ആളുകളെ വിളിച്ച് ഉച്ചരിക്കുമ്പോൾ എന്താണ് നീ ഇന്ന് എഴുതെന്ന് ചോദിച്ചാ, എനിക്കങ്ങനെ ബോധിച്ചിരിക്കുന്നു, എനിക്കത് ഇഷ്ടമാണ്. ദൈവത്തിന്റെ ഇഷ്ടത്തിന് മുൻഗണന കൊടുക്കാതെ എനിക്ക് ബോധിച്ചിരിക്കുന്നു, അതാണ് എന്റെ പ്രമാണം എന്ന് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകുന്ന ജീവിതമേ തകരാറാണ്. അതിന് താഴെ വായിച്ച് അങ്ങനെ ഓരോരുത്തരും എനിക്ക് ബോധിച്ചവരെ ഭാര്യമാരായിട്ട് എടുത്തു. ഇവിടെ നെബിലീം എന്നുള്ള വാക്കാണ് ചില ഇംഗ്ലീഷ് ഭാഷാന്തരങ്ങളിൽ കൊടുത്തിട്ടുള്ളത്. വീണ് പോയവരെന്നാണ്. അത് ദൂതന്മാർ എന്നുള്ള അർത്ഥത്തിൽ ചില ആളുകൾ എടുക്കുന്നുണ്ട്. ഞാൻ തൽക്കാലം അത് എടുക്കുന്നില്ല. ദൂതന്മാര് മാരിയൊന്നും കഴിക്കാനായിട്ട് കൂടി വന്നു. ദൈവത്തെ ആരാധിക്കുവാനായി വിളിക്കപ്പെട്ട വിശുദ്ധജനമായിരിക്കുന്ന അതേ മനുഷ്യവർഗം അവരുടെ വിളിയും തെരഞ്ഞെടുപ്പും നഷ്ടമാക്കി വീണുപോയവരായി, അധപ്പതിച്ചവരായി, അവർ തങ്ങൾക്ക് തന്നെ ബോധിച്ചവരായി, തങ്ങളുടെ സ്വന്തം വികാരങ്ങൾ കഴിവകളായി അവർ നടന്നതിന്റെ ഫലമായിട്ട് അവരുടെ സദാചാരം നശിച്ചു. ബോധിച്ചതുപോലെ നടക്കുക. എവിടെ ബോധിച്ചതുപോലെ നടക്കുമോ അതിന്റെ പിന്നാലെ വരാൻ പോകുന്നത് ഞാൻ വായിച്ചു ലഭിക്കാം. അടുത്ത വായിക്കാം. അപ്പോൾ ദൈവം തമ്മിൽ ചില പ്രത്യേക ഘട്ടങ്ങളിൽ സംസാരിക്കാറ്. അപ്പോൾ യഹോവ എന്ന് പറഞ്ഞു, മനുഷ്യനിൽ എന്റെ ആത്മാവ് സദാകാലവും വാദിച്ചുകൊണ്ടിരിക്കുകയില്ല. അടിവരയിടേണ്ട ഒരു വാചകമാണ്. എന്റെ ഗതി എന്ന് പറയുന്നത്, നമ്മുടെ അനുഗ്രഹം എന്ന് പറയുന്നത് ദൈവത്തിന്റെ ആത്മാവ് നമ്മളിൽ വ്യാപരിക്കുന്നതാണ്. ദൈവത്തിന്റെ ആത്മാവ് നമ്മളോട് വാദിക്കുന്നതാണ് എന്റെ ഇതിന്റെ അനുഗ്രഹം. ദൈവം തമ്മിലാണ് നമ്മളിൽ നിന്ന് പറന്നു പോകുന്നത്, നമുക്ക് അയ്യോ കഷ്ടം. ദൈവം നമ്മളിൽ മൗനമാകുന്നത് നമുക്ക് അയ്യോ കഷ്ടം. മനുഷ്യൻ തോന്നിയവാസം നടക്കാൻ തുടങ്ങിയപ്പോൾ ദൈവം അവനെ നോക്കിക്കൊണ്ട് എന്ന് പറഞ്ഞു, ഇനിയും മനുഷ്യനിൽ എന്റെ ആത്മാവ് സദാകാലവും വാദിച്ചുകൊണ്ടിരിക്കുകയില്ല. അടുത്ത വാചകം, അവൻ ജഡം തന്നെയല്ലോ. അതിനകത്ത് നിങ്ങൾ തിരിച്ചു നോക്കിയത്, ഇതിനു മുമ്പേ മനുഷ്യൻ ജഡം തന്നെയല്ല, ജഡവും ആത്മാവും കൂടായിരുന്നു. ഇപ്പൊ ജഡം തന്നെയായി. ചില ആളുകളോട് ഇടപെടുമ്പോൾ, അവരുടെ വാക്കുകൾ കേൾക്കുമ്പോൾ, അവരുടെ നോട്ടം കാണുമ്പോൾ, അവരെ അല്പസമയം ഒന്ന് പഠിച്ചു കഴിയുമ്പോൾ നമുക്ക് തോന്നിയിട്ടുണ്ട്, ഇവൻ പച്ച ജഡം. അവൻ ജഡം തന്നെയാണ്. ദൈവം തമ്പുരാന്റെ വിധിയാണ്. അതിനെടുത്ത് ദൈവം തമ്പുരാനെന്ന് പറയുന്നു. ഇനി ഞാന് ഇവന്റെ ദീർഘായുസിനെ പറ്റി പറഞ്ഞാൽ, മനുഷ്യന്റെ നന്മകൾ, അവന്റെ ഐശ്വര്യങ്ങൾ, അവന്റെ ഭക്ഷണത്വം നിമിത്തം വെട്ടിച്ചുരുക്കുന്ന ഒരു ന്യായാധിപതിയെ നമുക്കിവിടെ കാണാൻ സാധിക്കും. വളരെ ആവശ്യമില്ലല്ലോ. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ എല്ലാവരുടെ ഓർമ്മയെ ഉണർത്തിക്കൊണ്ട് ഞാനൊരു കാര്യം പറയട്ടെ. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ഈ ലോകത്തിലായിരിക്കുമ്പോൾ കർത്താവ് 3 കാലഘട്ടങ്ങളെ തുലനം ചെയ്ത് പറഞ്ഞതായി നിങ്ങൾ ഓർക്കുന്നില്ലേ? നോഹയുടെ കാലം പോലെ, ലോത്തിന്റെ കാലം പോലെ മനുഷ്യപുത്രന്റെ കാലവുമാകും. നോഹയുടെ കാലത്തിന് സമാനമായ ഒരു കാലം, ലോത്തിന്റെ കാലത്തിന് സമാനമായ ഒരു കാലം മനുഷ്യപുത്രന്റെ വരവിന് മുമ്പായിട്ട് ലോകത്തിൽ ആവിർഭവിക്കുമെന്ന് പറഞ്ഞു. എന്താണ് നോഹയുടെ കാലത്തിന്റെ പ്രത്യേകതകൾ? അതിന്റെ മുഖമുദ്രകൾ. തിന്നും കുടിച്ചും വിവാഹത്തിന് കൊടുത്തും വിവാഹത്തിനെടുത്തും ജീവിച്ചു. ഇന്ന് അനേകരുടെ ജീവിതത്തിലെ കാര്യപരിപാടികളോട് നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയാൽ അതിനകത്ത് ഈ ഒരെണ്ണം ഒഴിച്ച് ബാക്കിയെല്ലാം ഉണ്ട്. എന്താ പണ്ട് ഞാൻ എവിടെയോ ഒരു കർമ്മസ്ഥലം ഞാൻ വായിച്ചിട്ടുണ്ട്. ഒരു ഹോസ്റ്റലിൽ പഠിച്ചുകൊണ്ടിരുന്ന ഒരു പെൺകുട്ടി, അവള് അവധിക്ക് വീട്ടിൽ പോയി. അവധി കഴിഞ്ഞിട്ട് അവളുടെ കോളേജ് റീഓപ്പൺ ചെയ്യുന്ന സമയത്ത് അവൾ തിരിച്ചു പോകാനായിട്ട് അവളുടെ പെട്ടി ഇങ്ങനെ പാക്ക് ചെയ്യുക. പക്ഷേ പാക്കിങ് എത്ര ചെയ്തിട്ടും ശരിയാകുന്നില്ല. കാരണം ചില പുത്തൻ സാധനങ്ങളൊക്കെ ഇവിടുന്ന് കൊണ്ടുപോകുന്നുണ്ട്. അവധി കഴിഞ്ഞു പോയിട്ട് അമ്മയ്ക്ക് ഉണ്ടാക്കിയ അച്ചപ്പും കുഴലപ്പും ഒക്കെ കെട്ടായിട്ടെടുത്തിട്ടുള്ളത് കൊണ്ട് അതിന് കുറച്ച് സ്ഥലം വേണം, അത് കളയാനൊക്കെ. പിന്നെ പോയിട്ട് ഈ ആണ്ടത്തെ 2-3 ഈ മാസികകളുടെ വാർഷിക പതിപ്പുകളുണ്ട്, അതും എടുത്തിട്ടുണ്ട്, അത് കളയാനൊക്കത്ത്. അങ്ങനെ എടുക്കുക, വെക്കുക, പുത്തനായിട്ട് വാങ്ങിച്ച സാരി വെക്കുക, എടുക്കുക, ഇളക്കി പ്രതിഷ്ഠിക്കുക, ഇതെല്ലാം ചെയ്തിട്ടും
അങ്ങോട്ട് ഫൈനലൈസ് ചെയ്യാൻ സാധിക്കുന്നില്ല. മുമ്പേ വല്യമ്മച്ചിയുടെ കാര്യം പറഞ്ഞ പോലെ എവിടെയോ ഒരു അപാകതയുണ്ട്, ഏതാണ്ടൊന്ന് അധികമുണ്ട്. ഓരോന്നും അവൾ പുറത്ത് വെച്ചേക്ക് നോക്കുമ്പോൾ ഇത് ഇട്ടേച്ച് വനക്ക് ഇത് വളരെ അത്യാവശ്യമുണ്ട്, അത് പിന്നെ എടുത്തു. അങ്ങനെ പല പ്രാവശ്യം തിരിച്ചും മറിച്ചും എല്ലാം ബാക്കിയെടുത്ത് കഴിഞ്ഞ് അവസാനം ഏതാണ്ട് ഒരു സാധനം വെളി വെച്ചപ്പോ പെട്ടിയാടി. ഏതോസം വെളി വെച്ചപ്പോ പെട്ടിയാടി. ആ അവസ്ഥ ഇന്നത്തെ ലോകത്തിന് സംഭവിച്ചിരിക്കുക. വേദോസം പുറത്തു കളഞ്ഞപ്പോ കാര്യമെല്ലാം സാധിക്കുന്നു, പ്രാർത്ഥന ഒഴിവാക്കിയപ്പോൾ കാര്യമെല്ലാം സാധിക്കുന്നു. ജവഹർലാൽ നെഹ്റു ഒരിക്കൽ ഇങ്ങനെ പരസ്യമായി പറഞ്ഞതായി ഞാൻ കേട്ടിട്ടുണ്ട്. 15 മിനിറ്റ് എനിക്ക് പ്രാർത്ഥിക്കാനും കിട്ടിയാൽ 15 മിനിറ്റും കൂടെ ഞാൻ ഇന്ത്യയുടെ അഭിവൃദ്ധിക്ക് വേണ്ടി കൈകൊണ്ട് പ്രവർത്തിക്കും. പുള്ളിയൊന്ന് കണ്ടിനെ ചോദിക്കാൻ നമുക്ക് ഇവിടെ അഭിവൃദ്ധിയൊക്കെ എങ്ങനെയായി? പൈസലോ ആ കുതിച്ചോറാക്കി കിടക്കുക. പൈസലോ ദൈവം പണിയുന്നില്ലെങ്കിൽ പണിയപ്പെടുന്നില്ല, ദൈവം കാക്കുന്നില്ലെങ്കിൽ സൂക്ഷിക്കപ്പെടുന്നില്ല. അതിരാവിലെ ഉണരുന്നതും താമസിച്ച് കിടക്കാൻ പോകുന്നതും കഠിന പ്രയത്നം ചെയ്ത് ദൈവത്തെ ഒഴിവാക്കിക്കൊണ്ട് അഭിവൃദ്ധി നേടാൻ ശ്രമിക്കുന്നതുമെല്ലാം വെറുതെയാണ്. എന്റെ പ്രിയനോ അവൻ ഉറക്കത്തിലെന്ന പോലെ നൽകും. ദൈവത്തെ ഒഴിവാക്കിക്കൊണ്ട് ജീവിതവൃത്തത്തിൽ നിന്ന് കുടുംബവൃത്തത്തിൽ നിന്നും ദൈവത്തെ അകറ്റിക്കൊണ്ട് വേദപുസ്തകം ഒഴിവാക്കിക്കൊണ്ട് പാഠപുസ്തകം മാറ്റിവെച്ചുകൊണ്ട് ആരാധന നീക്കിവെച്ചുകൊണ്ട് അഭിവൃദ്ധി പ്രാപിക്കാൻ ശ്രമിക്കുന്ന ജീവിതമേ പരാജയം. എനിക്ക് സംസാരിക്കാൻ അവസരം കിട്ടുന്ന പല കുടുംബങ്ങളിലും ഞാൻ സ്നേഹിക്കുന്ന പലരോടും ഞാൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഒന്ന് രണ്ട് കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കണമെന്ന്. എന്നെ അതുപോലെ സ്നേഹിക്കുന്ന ആളുകൾ എന്നോട് ചില ഇൻസ്ട്രക്ഷൻസ് ഒക്കെ ചോദിക്കുന്നവരോട് ഞാൻ ഇങ്ങനെ പറയും. ഒന്ന്, വല്ല നിവൃത്തി ഉണ്ടെങ്കിൽ നിങ്ങളുടെ കുടുംബവൃത്തത്തിൽ മലയാള ഭാഷ തീരെ കളയാതിരിക്കാൻ നോക്കണമെന്ന് ഞാൻ വേറെ ചിലരോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എത്ര ക്ഷീണമാണെങ്കിലും കുടുംബ പ്രാർത്ഥനയിൽ എല്ലാവരും കൂടെ ഒന്നുകൂടാൻ ഒരു സമയം കണ്ടെത്തണം. കാരണം നമ്മുടെ തലമുറയെ പിടിക്കുന്ന കൊഴുപ്പ് അത് മാത്രം. നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മളോട് കൂട്ടി വളർത്തുന്ന കൊഴുപ്പ് കുടുംബ പ്രാർത്ഥന മാത്രമാണ്. കുടുംബ പ്രാർത്ഥനയിൽ നിന്റെ അടുക്കൽ അവർ വന്നുകൂടുന്നില്ലെങ്കിൽ നിന്റെ കയ്യിൽ നിന്ന് അവർ ചാടിപ്പോയത് തന്നെയാണ്. ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന കുടുംബം ഒരുമിച്ച് നിൽക്കും, അല്ലാത്തതെല്ലാം ചെതറിപ്പോ. ഒരു സഹോദരി ഒരിക്കലും ഞാൻ പറഞ്ഞപ്പോ എന്നോട് പറയാം, അതായത് ഈ 128 സങ്കീർത്തനത്തിൽ നിന്റെ മക്കൾ മേശയ്ക്ക് ചുറ്റും ഒലിവിലകൾ പോലെ, അനുഗ്രഹിക്കപ്പെട്ട വീട്ടിലെ കുഞ്ഞുങ്ങൾ മേശയ്ക്ക് ചുറ്റും ഒലിവിലകൾ പോലെ ആയിരിക്കും. ഞാൻ പറഞ്ഞു സഹോദരൻ എന്നോട് പറയാം, ഞങ്ങളുടെ വീട്ടിലെ പിള്ളേർ അങ്ങനെയാണ്. അപ്പൊ ഞാൻ ഇന്ന് അറിയാനും കേട്ട് ചോദിച്ചു, ഏത് മേശയ്ക്ക് ചുറ്റും? ഊണ് മേശയ്ക്ക് ചുറ്റും. ഊണ് മേശയ്ക്ക് ചുറ്റും എല്ലാവരും വരുന്നുണ്ട്. പ്രാർത്ഥിക്കാൻ വിളിക്കാൻ ഒരെണ്ണം അടുക്കുകയില്ല. സുഹൃത്തേ, നീ ഒരു കാര്യം മനസ്സിലാക്കണം, പ്രാർത്ഥനയിൽ നിന്റെ അടുക്കൽ വന്നുകൂടുന്ന കുഞ്ഞുങ്ങളായിരിക്കും നിത്യതയിൽ നിനക്ക് ഉപകാരമായി തീരുന്നത്. അവരായിരിക്കും നിന്നോടുകൂടി വാസം ചെയ്യുന്നത്. മറ്റുള്ളതെല്ലാം കാട് കയറി പോകുമെന്നുള്ളവരും ഇന്ന് രാത്രി നീ മറക്കരുത്. അതെ, തലമുറകൾ രണ്ട് കൈവഴിയായിട്ട് പോകില്ല. ഓരോരുത്തരും എനിക്ക് ബോധിച്ച വഴി കൊടുക്കണം. അപ്പോൾ ദൈവം എന്ത് പറഞ്ഞു? ഒന്നാമത്തെ ശാപം, എന്റെ ആത്മാവിനെ ഞാൻ ഇതിൽ നിന്ന് മാറ്റി, ഇനി എന്റെ ആത്മാവിനോട് വാദിക്കയില്ല. എന്റെ ദൈവമക്കളെ, ദൈവം തമ്പുരാൻ നമ്മളെ വഴക്ക് പറയാത്ത ഒരു കാലം വരികയാണെങ്കിൽ നമുക്ക് അയ്യോ കഷ്ടമെന്നല്ലാതെ പലപ്പോഴും ഞങ്ങളെപ്പോലുള്ള പല ഉപദേശിമാരും വന്ന് ചെറിയ ദാസനകളൊക്കെ നൽകുന്നത് നിങ്ങളുടെ നല്ല കാലം എന്ന് വിചാരിച്ചുകൊണ്ടാണ്. ആരും വഴക്ക് പറയാനില്ലാത്ത ഒരു കാലം വരുന്നത് നിങ്ങൾക്ക് അയ്യോ കഷ്ടം. നിങ്ങൾക്ക് കൂടുതൽ വിവരങ്ങൾ അറിയണമെങ്കിൽ ഈ ഉപദേഷ്ടാക്കന്മാർ വരാത്ത, ദൈവദാസന്മാർ വന്ന് നിങ്ങളെ വഴക്ക് പറയാത്ത കാലം. അതുകൊണ്ട് എന്ത് സംഭവിക്കുമെന്ന് അറിയണമെങ്കിൽ വേദപുസ്തകത്തിൽ ഞാൻ പറയുന്ന ആളിനോടൊന്ന് ചോദിച്ചാൽ മതി. ശൗൽ രാജാവ് എന്ന് പറഞ്ഞ ആളിനോട് ചോദിച്ചാൽ മതി. ഇദ്ദേഹം ദൈവകൃപയിൽ നിന്ന കാലത്ത് എപ്പോഴും കറക്റ്റ് ചെയ്യാനായിട്ട് ഒരാളുണ്ടായിരുന്നു, ശമൂവേൽ പ്രവാചകൻ. അങ്ങോട്ട് തിരിഞ്ഞാലും വഴക്ക് പറയും, ഇങ്ങോട്ട് തിരിഞ്ഞാലും വഴക്ക് പറയും. അത് തെറ്റിപ്പോയി, ഇത് തെറ്റിപ്പോയി. എന്നാൽ ഇത് കേൾക്കാതെ ബോധിച്ച വഴി കൂടെ മുമ്പോട്ട് പോയതിനാൽ ഒരു ദിവസം ദൈവദാസൻ തീരുമാനിച്ചു, ഇനി എന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല. അന്ന് മുതൽ ശമൂവേൽ രാമയിലേക്ക് പോയി, പിന്നെ ശൗലുമായിട്ട് കണ്ടിട്ടില്ല. ശൗലുമായിട്ടും ബന്ധമില്ലാത്ത കുറച്ച് നാളുകൾ മുന്നോട്ട് നീങ്ങി. അപ്പോൾ എന്ത് സംഭവിച്ചു? ശൗലിന്റെ ജീവിതത്തിൽ അസ്വസ്ഥതയുണ്ടായപ്പോൾ, ഒരു ദൈവദാസന്റെ ആലോചന കിട്ടാൻ സാധ്യതയില്ലാവുന്നപ്പോൾ
കൂടോത്തരക്കാരെ തിരക്കില്ലോ. നിനക്ക് ദൈവദാസന്മാരുടെ ആലോചന കിട്ടാതെ വരുമ്പോൾ ഈ ശുദ്രക്കാരെയും ആ വിചാരകന്മാരെയും മുഹൂർത്തക്കാരെയും ഒക്കെ തേടിപ്പോകും. ചില ആളുകളുണ്ടല്ലോ, ജീവനോടെ ഇരിക്കുമ്പോൾ സാധിക്കേണ്ടതൊക്കെ സാധിക്കാതെ പരേതാത്മാക്കളെ വരുത്തുന്ന പ്രേതാത്മവിദ്യ. എന്തോ ശമൂഹലിനെ വരുത്തി തരണമെന്ന് ജീവനോടെ ഇരിക്കുമ്പോൾ ശമൂഹൽ പറഞ്ഞു കേൾക്കില്ല. എന്നിട്ട് ശമൂഹൽ പിന്നെ ആത്മാവിൽ വന്ന് അനുകൂലം വർദ്ധിച്ചു പോകുന്നു. ഞാൻ ആ ഭാഗവും ഒക്കെ നിർത്തുകയാണ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ രണ്ടാമത്തെ ശാപം കേൾക്കണമോ? ഞാൻ ഭൂമിയിൽ ഒരു ടോട്ടൽ ഡിസ്ട്രക്ഷൻ, ഒരു പ്രളയം വരുത്തും. മനുഷ്യനിലുള്ള ദൈവത്തിന്റെ ആത്മാവിന്റെ പ്രതിവാദം ഞാൻ ഇല്ലാതെയാക്കും. രണ്ടാമത് ഞാൻ ഭൂമിയെ ഫിസിക്കലായി നശിപ്പിക്കും. ഒന്നാമത് ആത്മീയ, അത് അന്ധകാരം. രണ്ടാമതായിട്ട് ഭൗതിക ശിക്ഷ. ഇത് രണ്ടും അത് മനുഷ്യന്റെ അധപ്പതനത്തിന്റെ വികാരം നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. നമുക്ക് അല്പസമയത്തിന്റെ പ്രാർത്ഥനയോടുകൂടെ ഇരിക്കാം. ദൈവത്തിന് നോഹയുടെ കാലത്ത് ജനങ്ങൾ തിന്ന് കുടിച്ച് വിവാഹം കഴിച്ച് വിവാഹത്തിന് കൊടുത്ത് പോന്നു എന്നുള്ളതല്ലാതെ അവരുടെ ജീവിതകാലത്ത് പ്രാർത്ഥനയോ ദൈവചിന്തയോ അശേഷമില്ലായിരുന്നു. പ്രളയം വന്നവരെ മുടിച്ചു കളയുന്നവരെ അവർ വെറും മെറ്റീരിയലിസ്റ്റിക് ആയിട്ട് പദാർത്ഥമാത്രവാദികളായിട്ട് അവർ മുന്നോട്ട് നീങ്ങി. ഇനി ഞാൻ പറയട്ടെ, 2 പട്ടണങ്ങൾ യൂദ ശിക്ഷാവിധിയുടെ സാദൃശ്യങ്ങളായിട്ട് അവരെ എടുത്തു കാണിക്കുന്നുണ്ട്. സൊദോം ഗൊമോറ തുടങ്ങിയ പട്ടണങ്ങൾ ദുർനടപ്പ് ആചരിച്ചു. ഈ ആരോ പുസ്തകത്തിൽ എഴുതിയിട്ടുള്ള ഒരു വാക്യം തുറക്കുന്നുണ്ട്. ഈ ലോകത്തിന്റെ പെമ്മക്കൾ ഇങ്ങനെ സോദോമുരിയിൽ ഇരുന്ന് അപ്പനും അമ്മയും എല്ലാം കൂടെ ഇങ്ങനെ ഉല്ലാസമായിട്ട് രസിച്ച് ഇരിക്കുമ്പോൾ ഈ പെൺപിള്ളാര് ഇങ്ങനെ അപ്പനോടും അമ്മയോടും രസം പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് അവരിങ്ങനെ ആ കളിവിനോദങ്ങളൊക്കെ പറയുന്ന കൂട്ടത്തിൽ, ഈ പല തമാശകളൊക്കെ പറഞ്ഞ കൂട്ടത്തിൽ അങ്ങനെ ആവുന്ന ചിലർക്ക് സന്തോഷം പൂർണ്ണമാണെങ്കിൽ ദൈവമക്കളെ കുറിച്ച് കളിയാക്കും. എവിടെയെങ്കിലും ഉള്ള ദൈവമക്കളെയൊക്കെ ഓർമ്മ വരുന്നവരെ എല്ലാം ഒന്ന് കളിയാക്കിയെങ്കിൽ ചിലർക്ക് രസം വരുള്ളൂ. അതുപോലെ ഈ ലോകത്തിന്റെ പെമ്മക്കളെ പലരെ കളിയാക്കിയ കൂട്ടത്തില് ഇങ്ങനെ പറഞ്ഞെന്നാണ് ഒരാൾ ഭാവന എഴുതിയിരിക്കുന്നത്. നമ്മുടെ ചിറ്റപ്പൻ ഇപ്പൊ എവിടെയാണെന്ന് അറിയത്തില്ല. അതാ അബ്രഹാം നമ്മളോട് അറിയിച്ചിട്ടല്ലേ. അതെ, ഇപ്പൊ എന്നാണ്ട് കിഴവൻ പണിയും എന്നാണ്ട് കുടിലിന്റെ താമസമാണ്. പുള്ളി പാട്ടും പാടി പ്രാർത്ഥിച്ച ആൾക്കാർ ഇപ്പോഴും ഗ്രാമവാസിയായിട്ട് നടക്കില്ല, വില്ലേജറാണ്. നമുക്കിതൊന്നുമില്ലെങ്കിലും നമ്മൾ ഒന്നാന്തരം പുരവാസികളാണ്, സിറ്റിസൺസാണ്. എഴുതല്ലോ അപ്പച്ചന് പോക്കറ്റ് റേഡിയോ പോലും ഇല്ല. ചിറ്റപ്പൻ ഇവിടെ ടിവിയുണ്ട്. അതിന്റെ മുമ്പിൽ ഇവരിൽ രസിക്കുക. അതിലൊക്കെല്ലാം ചെറുപ്പക്കാര് ഇത് കാണാനായിട്ട് ഇതിനെ ഏലായിട്ട് കൊടുക്കാനായിട്ട് വന്നിരിക്കുക. എന്തോ ഒരു വരുമാനത്ത് പ്രൈസലോ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ദിവസം സന്ധ്യാസമയത്ത് 2 അതിഥികൾ അവിടെ വന്നത്. ആരും ഇതിനു മുമ്പേ കണ്ടിട്ടില്ലാത്ത 2 അതിഥികൾ. പ്രൈസലോ. ആ ദേശത്തൊരു പ്രത്യേകത ഉണ്ടായിരുന്നു, ആര് വന്നാലും അപമാനിച്ചില്ല. ചില ദേശങ്ങളിൽ ചില പ്രത്യേകതകൾ ആദ്യമായിട്ട് വരുന്നവരെ അപമാനിച്ചു. എന്നാൽ ഇവരെ ഒന്ന് അപമാനിച്ചേക്കാന്ന് വിചാരിച്ചു. പക്ഷേ ഈ പ്രാവശ്യം ആൾ വാങ്ങിച്ചു. പ്രൈസലോ. ഹല്ലേലൂയ. ഈ വന്ന ആളുകൾ അസാമാന്യരായിരുന്നു. അവരെന്ത് ചെയ്തു? അവർ ആക്രമിക്കുവാനുള്ള ആളുകളുടെ നേരെ കരം നീട്ടി അന്ധത പഠിപ്പിച്ചു. പ്രൈസലോ. സ്വർഗത്തിലെ ദൈവം അന്ധത പിടിപ്പിക്കാതിരിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കണം. കണ്ണു വന്നാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഹല്ലേലൂയ. അന്ധത പിടിക്കാമെന്ന് വഴിയൊന്നും നിശ്ചയം കാണുകയില്ല. ഹല്ലേലൂയ. എന്നാൽ ഞാൻ പറയട്ടെ, അന്ന് രാത്രിയിൽ ഒരു വലിയ പങ്കാളുകളെ അന്ധത പിടിപ്പിച്ച ശേഷം ആ കൊച്ചു വീട്ടിലൊരു പ്രസംഗം നടന്നു. തീപ്പൊരി നിറന്ന ദൂതന്മാരുടെ പ്രസംഗം. എസ്കറ്റോളജിയായിരുന്നു വിഷയം. ചില ആളുകൾ ഇങ്ങനെ പറഞ്ഞാൽ കേട്ടോണ്ട് ഇന്ന് ആള് കുറവായിരുന്നുകൊണ്ട് എനിക്ക് ദൂത് വന്നില്ല. എനിക്കത് മനസ്സിലായി. അപ്പൊ നിന്റെ ദൂതം എന്നാ പോകും? നീ നന്മയുടെ മനുഷ്യരുണ്ടാക്കി ദൂതല്ലേ? ബ്ലാക്ക് ഹോസ്പിറ്റൽ അല്ല എന്ന് ഉദ്ദേശിക്കുന്നു. ദൈവം തമ്മിലാണ് അതിനെ എറിഞ്ഞു വിട്ടതെങ്കിൽ ഒറ്റ മനുഷ്യനെ കണ്ടാലും നീ ദൂതുള്ളത്. അതെ, ഇതൊക്കെ ദൂതന്മാർക്കാണ് നല്ല ദൂതാണ്. ദൂതിന്റെ വിഷയമോ ഓടിപ്പോക്ക്. നാളെ ഈ ദേശമില്ല, ഇവിടെ അഗ്നിയും ഗന്ധവും അത് മൂടുവാൻ പോവുകയാണ്. ജീവരക്ഷയ്ക്കായി ഓടിപ്പോവുക. ഹല്ലേലൂയ. നാളെ ഈ ദേശം ഉണ്ടായിരിക്കുകയില്ല. ആ പ്രസംഗം കേട്ടേക്ക് ഈ ലോകത്തും കുടുംബവും ഉറങ്ങാൻ പോയതെനിക്ക് അത്ഭുതം. ഹല്ലേലൂയ. ഉഷസായപ്പോൾ ദൂതന്മാർ ലോകത്തിനെ ബന്ധപ്പെടുത്തി. ഞാൻ അവിടുത്തെ സംഭവം വിവരിക്കുന്നില്ല. ദൈവത്തിന് സ്തോത്രം. പിറ്റേ ദിവസം ചാവുകടലായിട്ട് ആ പ്രദേശം മാറി.
ഹല്ലേലൂയ. ലോകത്തിന്റെ നാളിലും അതെ നോഹയുടെ കാലത്തും അതേ ചരിത്രത്തിൽ മൺമറഞ്ഞു പോയ രണ്ട് കാലങ്ങളെ പിറകോട്ട് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കർത്താവ് പറയുകയാണ്, മനുഷ്യപുത്രന്റെ വരവിനോട് അടുത്ത കാലവും ഇതിന് സമാനമായിരിക്കുമെന്ന്. എന്താണ് പ്രത്യേകത? ഈ കാലത്ത് നിങ്ങൾ ശ്രമിച്ചു നോക്കാമെങ്കിൽ ദൈവചിന്ത കൂടാതെ, ആത്മീയത്തിന് സ്ഥാനം കൊടുക്കാതെ, ജീവിതത്തിൽ നിന്ന് ആത്മീയത്തെ മാറ്റിവെച്ചുകൊണ്ട് ഭൗതികം മാത്രമാണ് ജീവിതമെന്ന് സിദ്ധാന്തിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ ശ്രമിക്കുന്ന ജീവിതം എന്ന് പറഞ്ഞാൽ പ്ലഷർ സീക്കിംഗ് ആണ്, രസം മാത്രമാണ്, തമാശ മാത്രമാണ് എന്ന് മാത്രം ഭാവിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ജഡമയന്മാരായ ഒരു കൂട്ടം ആളുകളെ കൊണ്ട് തലമുറ തീർന്നിരിക്കുകയാണ്. അതിന്റെ നേരെ ദൈവം ഒരു കൊടി ഉയർത്തിയിരിക്കുക. എന്താണ്? ഞാൻ പ്രളയം വരുത്തും. മൂന്നാമത്തേത് മനുഷ്യപുത്രന്റെ കാലത്തുള്ള ബന്ധത്തിൽ ഇനിയും വരാൻ പോകുന്നത്, ദൈവത്തിന്റെ അറിവിനോട് ഞാൻ കാര്യം പറയാം, ഇനിയും പ്രളയമല്ല, ഇനി അഗ്നിപ്രളയം. നോട്ട് വാഷിംഗ് ബട്ട് ബേണിംഗ്. ഹല്ലേലൂയ. കർത്താവായ യേശുക്രിസ്തുവിന്റെ വരവിന് മുമ്പുള്ള ഈ കാലഘട്ടത്തിൽ അനേകർ ഭാഷണന്മാരായി നടക്കുമ്പോൾ ഒരു ചെറിയ കൂട്ടം മാത്രം അത് ദൈവത്തിന്റെ വചനം വിശ്വസിച്ച് അവർ മുന്നോട്ട് പോവുകയാണ്. ഞാൻ ദൈവത്തിന്റെ വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കട്ടെ. ഹല്ലേലൂയ. എന്താ സംഭവം? അങ്ങനെ അനേകർ ഭക്ഷണന്മാരായി നടക്കുന്ന സമയത്ത് ആ പുസ്തകത്തിൽ ഒരു ഡീവിയേഷൻ കാണുന്നു. ഞാൻ ആ റെഫറൻസ് ഒന്നും നിങ്ങളെ കൊണ്ട് വായിപ്പിക്കുന്നില്ല. എന്നാൽ നോഹയ്ക്ക് യഹോവയുടെ കൃപ ലഭിച്ചു. അനേകർ ഭക്ഷണന്മാരായി നടക്കുമ്പോൾ ഒരുത്തന് ദൈവത്തിന്റെ കൃപ ലഭിച്ചു. ചിലർ ചോദിച്ചേക്കും, അതെന്താ ഒരുത്തൻ മാത്രം ദൈവകൃപ ലഭിച്ചത്? ദൈവം മനഃപൂർവ്വമായിട്ടൊന്നും ചെയ്യുന്നതല്ല. ഒരിക്കൽ ഒരാൾ ഇങ്ങനെ ചോദിച്ചാൽ ഞാൻ ഓർക്കുന്നുണ്ട്, പൗലോസ് പുഴവക്കത്തിരുന്ന ആളുകളോട് പ്രസംഗിച്ചപ്പോ ടെറസത്തിൽ എഴുതിയിരിക്കുന്നത് കർത്താവ് ലുദിയായുടെ ഹൃദയം തുറന്നെന്ന്. അപ്പൊ ചില അല്പബുദ്ധികൾ അത് വായിച്ചു ചോദിക്കുന്നത്, കർത്താവ് എന്താ അങ്ങനെ ചെയ്തത്? അത്രയും പേര് അവിടെ ഇരുന്നിട്ട് അതിൽ ഒരാളുടെ ഹൃദയം മാത്രം തുറന്നു കൊടുത്തതാണ് ദൈവം മുഖപക്ഷം കാണിച്ചതല്ലേ? അങ്ങനെ ആരെങ്കിലും ചോദിക്കുന്നത്. പത്രോസ് കൊർന്നല്യോസിന്റെ വീട്ടിൽ കയറി വന്ന് പ്രസംഗിക്കാൻ തുറന്നുടനെ ആദ്യം പറഞ്ഞത് God is no respecter of persons. ദൈവത്തിന് മുഖപക്ഷം ഇല്ലെന്നാണ്. പിന്നെ ഇത് രണ്ടും എങ്ങനെയാ യോജിപ്പിക്കുന്നത്? ഞാൻ നിങ്ങളോട് പറയാം. അവിടെ പല ആളുകൾ ഇരിപ്പുണ്ടായിരുന്നു. അതിൽ ലുദിയെ കുറിച്ച് പറയുന്നത്, തുയത്തൈല പട്ടണക്കാരിയും രക്താംബരം വിൽക്കുന്നവരുമായി ലുദിയ എന്നു പേരുള്ള ദൈവഭക്തയായോ ഒരു സ്ത്രീ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. ഈ സ്ത്രീയെ ക്രിസ്ത്യാനി ആകുന്നതിന് മുമ്പ് തന്നെ അവൾക്ക് രണ്ട് പ്രീ ക്വാളിഫിക്കേഷൻസ് ഉണ്ടായിരുന്നു. ഇത് ദൈവമക്കൾ കേൾക്കണം. നമ്മൾ ദൈവമക്കളായിത്തീരുന്നതിന് വേണം ഒരു യോഗ്യത. അതൊരു മർമ്മമാണ്. എന്താണ് യോഗ്യത? ഒന്നാമത്, അവൾ ക്രിസ്ത്യാനി ആകുന്നതിന് മുമ്പ് തന്നെ അവൾ ദൈവഭക്തയായിരുന്നു. ദൈവഭക്തി എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യാനിത്വം അല്ല അതിന്റെ അർത്ഥം. നീ ഇന്ന് രാത്രി ഒരു ഹിന്ദു ആയിരിക്കട്ടെ, നിനക്ക് ലഭിച്ച വെളിച്ചത്തിൽ നീ പരമാർത്ഥതയോടെ ഈശ്വരനെ അന്വേഷിക്കുന്ന വ്യക്തിയാണെങ്കിൽ നീ ദൈവഭക്തനാണ്. നീ ഇന്ന് രാത്രി ഒരു ഭക്തിയുള്ള മുസ്ലിം ആണെങ്കിൽ നീ ദൈവഭക്തിയുള്ള ഒരു വ്യക്തിയാണ്. നീ നിഷ്പക്ഷമായി ആത്മാർത്ഥതയോടുകൂടി ദൈവത്തെ അന്വേഷിക്കുന്ന വ്യക്തിയാണെങ്കിൽ നിന്നെ ദൈവം വെളിപ്പാടിന്റെ ഉന്നത തലത്തിലെത്തിക്കും. ഹല്ലേലൂയ. ആശിക്കുന്ന ആത്മാവിനെ ദൈവം തൃപ്തിപ്പെടുത്തും. ആശിക്കുക എന്നുള്ളത് തൃപ്തിപ്പെടാൻ പോകുന്നവന്റെ പ്രീ ക്വാളിഫിക്കേഷൻ. രക്ഷിക്കപ്പെടുന്നവന് ഒരു മുൻയോഗ്യത ഉണ്ടായിരിക്കണം. ദൈവഭക്തയായ ഒരു സ്ത്രീ. രണ്ടാമത് ശ്രദ്ധിച്ചോളുന്നു. അമേരിക്കനെ മനസ്സിലായ സ്ത്രീകളൊക്കെ എന്തോ ചെയ്യായിരുന്നു. പൗലോസ് ഒരു തുള്ളി വെള്ളം പോലും കുടിക്കാതെ ആ പൊലവക്കത്തിൽ നിന്ന് നിർവഹിക്കുന്നതായിട്ട് ഞാൻ ബാക്കി സ്ത്രീകളെല്ലാം കലകല പറഞ്ഞോളൂ. എന്നാൽ ഇവൾ മാത്രം ശ്രദ്ധിച്ചു. ഈ രണ്ട് പുരുഷന്മാരുടെ മുഖത്തെ ഗൗരവം വരുന്നോ അത് വലിയ പ്രാധാന്യമുള്ള കാര്യമാണ് പറയുന്നത്. ഇത് നമ്മുടെ ബിസിനസിനേക്കാൾ ശക്തി കൂടി ഏതാണ്ട് കാര്യമാണ്. ഇതൊന്ന് കേൾക്കാമെന്ന് വിചാരിച്ച് അവൾ ശ്രദ്ധിച്ചത് അവൾക്ക് ഭാഗ്യമായി തീർന്നു. ചിലരെ കയറിട്ട് വലിച്ചാൽ ഇനിയെ ചിലരോട് എന്താ വരാത്തെന്ന് ചോദിച്ചാൽ അവർ പറഞ്ഞാണ്, ഓ സമയമില്ല. ഞാൻ ചിലരോട് എണ്ണം കൊണ്ട് ചോദിച്ചിട്ട് ഒട്ടും സമയമില്ല, ചാടാൻ സമയമുണ്ട്, അതിന് സമയം സാധിക്കില്ല. അങ്ങനെയാണെങ്കിൽ സമയം കണ്ടെത്തണം.
ഈ ലോകം നിനക്ക് സൗജന്യമായി സമയം തന്നിട്ട് നിനക്ക് ദൈവത്തിലായി തീരുവാൻ സാധിക്കില്ല. നീ മനഃപൂർവ്വം നിന്റെ ലൗകികമായ പ്രോഗ്രാം വെട്ടി ചുരുക്കി ദൈവത്തിനെ കേൾക്കുവാൻ നീ കടന്നു വരണം. നീ വരണം, ശ്രദ്ധിക്കണം, അന്വേഷിക്കണം. എത്യോപ്യൻ ഷണ്ഡൻ എന്തുകൊണ്ട് രക്ഷിക്കപ്പെട്ടു? അവൻ പുറനാധികാരനായിരിക്കുമ്പോൾ തന്നെ യെരൂശലേമിലേക്ക് പോകുവാൻ അവൻ തീരുമാനിച്ചു. അവൻ മന്ത്രിയായിരിക്കുമ്പോൾ തന്നെ അവൻ ആത്മീയത്തിന് വ്യയം ചെയ്യാൻ സമയമുണ്ട്. അവന് വേദപുസ്തകം വാങ്ങിക്കാൻ മനസ്സുണ്ട്, വായിക്കാൻ സമയമുണ്ട്, മനസ്സിലാകാത്ത ഭാഗം ചോദിക്കാനുള്ള വിനയവുമുണ്ട്. അവനെ ദൈവം അനുഗ്രഹിക്കാതിരിക്കയില്ല. ദൈവത്തിന്റെ പൈതലെ നിനക്ക് പരമാർത്ഥ ഹൃദയമുണ്ടെങ്കിൽ ദൈവം നിന്നെ അനുഗ്രഹിക്കാതിരിക്കയില്ല. അപ്പോ സ്വർഗത്തിലെ ദൈവം നോക്കിയപ്പോ ഒരാൾ നന്നാകാൻ തുടങ്ങുന്നു, ഗുണം പിടിക്കാൻ തുടങ്ങുന്നു. എന്നാ ഒരു ചെറിയ കൈത്താങ്ങൽ കൊടുത്തേക്കാൻ മനസ്സിലായിട്ട് തന്നെത്താൻ രക്ഷിക്കുന്നവനെ ദൈവം രക്ഷിക്കുന്ന നാട്ടുവാക്യം ഉണ്ടാകാൻ എനിക്കും നിനക്കും അതെ ദൈവത്തിന്റെ പദ്ധതിയോട് യോജിക്കുവാൻ മനസ്സുണ്ടെങ്കിൽ അങ്ങനെ മനസ്സുള്ളവർക്ക് ഒരു കൈതാങ്ങൽ തരുവാൻ ദൈവത്തിന് സന്തോഷമുണ്ട്. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. നിനക്ക് ദൈവത്തെ സ്നേഹിക്കാൻ മനസ്സുണ്ടെങ്കിൽ ദൈവം നിർണയപ്രകാരം നിന്നെ വിളിച്ചിരിക്കുന്നു. നിന്റെ അന്വേഷണവും ദൈവത്തിന്റെ വിളിയും കൂടെ കൂടുമ്പോൾ നിന്റെ രക്ഷയായി. അതുകൊണ്ട് ഈ കാലം ഒരു വല്ലാത്ത കാലം. ദൈവങ്ങളെ, ദൈവത്തിൽ ഞാൻ നോഹയെ കുറിച്ച് അനേക കാര്യങ്ങളെനിക്ക് പറയാൻ ആഗ്രഹമുണ്ടെങ്കിലും ഞാൻ ക്ലോസിംഗ് വേർഡ്സ് പറയട്ടെ. എന്നാൽ നോഹയ്ക്ക് ആ തലമുറയിൽ യഹോവയുടെ കൃപ ലഭിച്ചു. തലമുറയിൽ എല്ലാവർക്കും കിട്ടിയതല്ല നമുക്ക് കിട്ടുന്നത്. നമ്മുടെ റയർ കേസ്, എക്സെപ്ഷണൽ കേസ്, ഭൂരിപക്ഷത്തിന്റെ മാറ്റമല്ലോ. ഈ തലമുറയെ നശിപ്പിക്കുമെന്ന് ദൈവം അത് ദൈവത്തിന്റെ വഴിക്ക് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നോഹയെ ഉണർത്തിയതുപോലെ, അബ്രഹാമിനെ ഉണർത്തിയതുപോലെ ഈ തലമുറയിൽ നിന്ന് എന്നെ എഴുന്നേൽപ്പിക്കുവാൻ ദൈവം ആഗ്രഹിക്കും. ആ തലമുറയിലെ നോഹയായി തീരുവാൻ, അബ്രഹാമായി തീരുവാൻ എനിക്ക് നിങ്ങൾക്ക് മനസ്സുണ്ടോ? ഉണ്ടെങ്കിൽ അതിന് ചില വ്യവസ്ഥകളുണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് ഹോംവർക്കായി ഇട്ടേക്ക് പോവുകയാണ്. ഒന്ന്, നോഹയുടെ ജീവിതം. തലമുറയിൽ ദൈവം പ്രത്യേകം സന്ദർശിച്ച് തലമുറയുടെ മുമ്പിൽ ഇടിവിൽ നിൽക്കുവാൻ ദൈവം വേർതിരിക്കുന്ന വ്യക്തിക്ക് ചില പ്രത്യേകതകൾ ഉണ്ടായിരിക്കണം. ഒന്നാമത്തെ പ്രത്യേകത, ഞാൻ അത് നോക്കാതെ തന്നെ എന്ന് പറയട്ടെ, ഈ ഹാഡ് എ റൈച്ചസ് ലൈഫ്. അവൻ നീതിമാനായിരുന്നു. ഒരു നീതിയുള്ള ജീവിതം അവനുണ്ടായിരുന്നു. പ്രാക്ടിക്കൽ ലൈഫ് ഉണ്ടായിരുന്നു. പ്രൈസ് ഗോഡ്. വെറും പ്രസംഗം മാത്രമല്ലായിരുന്നു. അവനോട് അടുക്കുന്നവർക്ക് അവന്റെ വിശുദ്ധ ജീവിതം മനസ്സിലാക്കുവാൻ കഴിഞ്ഞിരുന്നു. ഹല്ലേലൂയ. അത് തന്നെയുമല്ല, ദൈവത്തിന് സ്തോത്രം, അവന്റെ ആരാധന നിങ്ങൾ ശ്രദ്ധിച്ചാൽ അവൻ ആരാധിക്കുന്നത് ദൈവത്തിന്റെ വ്യവസ്ഥയിലാണ്. എബ്രായലേഖനം 11-ാം അധ്യായം, അതേ സ്വാധീനികന്മാരുടെ അധ്യായമൊക്കെ പറയുമ്പോൾ അവിടെ നോഹയെ കുറിച്ച് പറയുന്നത് അവന് ദൈവത്തിന് പ്രസാദകരമായ രീതിയിൽ അവൻ പ്രവർത്തിച്ചെന്നാണ്. പ്രൈസ് ദി ലോർഡ്. അവർ പെട്ടകത്തിൽ നിന്ന് ഇറങ്ങുന്ന ആ ഭാഗം തന്നെ, പുതുവാന ഭൂമിയിലേക്ക് ഇറങ്ങുന്ന ഭാഗം തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ കാണാം, യഹോവ കൽപ്പിച്ചതുപോലെ പ്രൈസ് ദി ലോർഡ് ദൈവത്തിന് പ്രസാദകരമായ വിശുദ്ധ വസ്തുക്കളെ, യാഗവസ്തുക്കളെ അവൻ ദൈവത്തിന് സമർപ്പിച്ചുകൊണ്ട്, ശുദ്ധിയുള്ളതിനെ തന്നെ സമർപ്പിച്ചുകൊണ്ട് അവൻ ആരാധന കഴിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ഇതെല്ലാം എന്തിനെ വിളിച്ച് പറയുന്നു ചോദിച്ചാൽ, തലമുറയുടെ മുമ്പിൽ വിടവിൽ നിൽക്കുന്ന മനുഷ്യൻ, ഇടിവിൽ നിൽക്കുന്ന മനുഷ്യൻ ആരാധനയിലും ദൈവത്തിന്റെ വ്യവസ്ഥ പാലിക്കുന്നവനായിരിക്കണം. ഇനി വേറെ സംഗതി, നോഹയുടെ ജീവിതം വിശുദ്ധമായിരുന്നു. അവന്റെ ആരാധനയും ദൈവ പ്ലാനിലുള്ളതായിരുന്നു. മാത്രമല്ല അവന് തലമുറയോട് ഒരു മെസ്സേജ് ഉണ്ട്. ഈ ഞാനത് വ്യവസ്ഥ മുഴുവൻ ഒന്ന് വായിച്ചു നോക്കി. ഈ നോഹയുടെ മെസ്സേജിന്റെ പ്രത്യേകത ഉൽപ്പത്തി പുസ്തകത്തിൽ അങ്ങനെ വ്യക്തമായിട്ട് കാണുന്നില്ല. അത് പത്രോസിന്റെ ലേഖനത്തിൽ പറഞ്ഞിട്ടുണ്ട്. എവിടെയെങ്കിലും നമ്പരാണ് വ്യക്തമാക്കാൻ. ഇവന്റെ പ്രസംഗം എങ്ങനത്തെ പ്രസംഗമാണ്? ഞാൻ വേറെ നോക്കി നോഹയുടെ പ്രസംഗം കഥാപ്രസംഗം. കഥാപ്രസംഗക്കാരനായ നോഹ അല്ല, രാഷ്ട്രീയ പ്രസംഗക്കാരനായ നോഹ, സാഹിത്യ പ്രസംഗക്കാരനായ നോഹ. എസ്കേനായി പ്രസംഗിച്ചെന്ന് ഞങ്ങളുടെ സാർ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതെനിക്ക് അറിയാൻ, കാണാൻ പറയാൻ അറിയാം. പക്ഷെ അന്തരീക്ഷം മാറുന്നതുകൊണ്ട് ഞാൻ പറയും. പ്രൈസലോ കഠിനപദങ്ങളുടെ ഒരു മാല. പ്രൈസലോ ആകപ്പാടെ വലിയൊരു വാർത്ത തോന്നുന്നു. പ്രൈസലോ വെറും കടയില്ലാത്ത സാഹിത്യ പ്രസംഗമല്ല. പ്രൈസലോ വാനകോളങ്ങളെ കുറിച്ചുള്ള പ്രസംഗമല്ല. അതിന് എൻസൈക്ലോപ്പീഡിയ വിട്ടാണിക്കാം എടുത്ത് വായിച്ചാൽ മതി. വാനകോളങ്ങളെ കുറിച്ചുള്ള
അതൊന്നും പറയാൻ ഇവിടെ ദൈവം പറയാൻ നമ്മളെ കൂട്ടി വരുത്തിയിരിക്കും. നോഹ നീതി പ്രസംഗിയാണ്. നീതി പ്രസംഗി എന്ന് പറഞ്ഞാൽ യഹോവ കൽപ്പിച്ച മെസ്സേജ് പറയുന്നവൻ. ഒരു പോസ്റ്റ്മാന്റെ കയ്യില് ടെലഗ്രാം കൊടുത്തയച്ചാൽ ഞാൻ പറയാറുണ്ട്, ഈ പോസ്റ്റ്മാൻ ലോകത്തിൽ എഴുതുന്ന ഒരു പോസ്റ്റ്മാൻ എഴുതി എടുത്തുകൊണ്ട് വീട്ടിൽ കൊടുക്കാറുണ്ട്. എല്ലാവരും വായിക്കും. അവന്റെ എന്ത് വായിക്കാനുള്ള പറഞ്ഞത്? അവനൊരു വേറൊരാളിനെ തന്നെ അവരുടെ കിട്ടി എഴുതി കളയാൻ വീട്ടിൽ കൊണ്ട് തന്നിട്ടാണ്. നിങ്ങൾ ഞാനും ദൈവത്തിന്റെ സന്ദേശം പകർന്നു കൊടുക്കുന്നവർ മാത്രമായിരുന്നാൽ മതി. നമ്മുടെ സന്ദേശം കേൾക്കാൻ ജനത്തിന് ആഗ്രഹമില്ല. ഒരു നേതാവിന്റെ കൽപ്പന കേൾക്കാൻ ജനം ആഗ്രഹിക്കുന്നില്ല. ദൈവത്തിന്റെ സന്ദേശം അതിന്റെ വാഹകന്മാരായിരുന്നുകൊണ്ട് നമ്മളെ ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുവാനാണ് ദൈവം നമ്മളെ ഒരു നീതി പ്രസംഗിയായിരിക്കാൻ ആഗ്രഹമുണ്ടോ? എഴുതല്ലോ നോഹ എഴുതിയെന്നല്ലാമോ? നോഹ പ്രീച്ചിങ്ങും ആക്ടിങ്ങും കൂടെ ഒന്നിച്ചാൽ പ്രസംഗിക്കുന്നത് തന്നെ ചെയ്തെടുക്കുകയാണ്. പെട്ടകത്തിന്റെ പണി തകൃതിയായിട്ട് നടക്കുകയാണ്. കവലതോടും പ്രസംഗിക്കുകയാണ്. ഞാൻ ചിലപ്പോ പറയാറുണ്ട്, ഈ ചില ആളുകൾ എനിക്ക് ഈ അമേരിക്കയുടെ നിങ്ങളെ പേടിയുണ്ട്. എന്താണെന്ന് ചോദിച്ചാൽ മിക്കവാറും ലോകത്തിൽ ജനിച്ചിട്ടുള്ള ആളുകളെല്ലാം ഇവിടെ പ്രസംഗിക്കുന്നു. യഥാവരാൻ താമസിക്കുകയാണെങ്കിൽ ഇനിയും വരികയും ചെയ്യും. അത് പ്രസംഗത്തിന്റെ ക്ഷാമമൊന്നും ഇവിടെ ഉണ്ടാകുന്നില്ല. ഈ ചിലർക്ക് പ്രസംഗിക്കുമ്പോൾ ചില ആളുകൾ അവരുടെ മനസ്സിൽ പറയും, ഇതിന്റെ കൂടെ ഇന്ന പോയിന്റിലൂടെ ചേർക്കാൻ തിരക്കടിക്കാൻ എന്ന് ചിന്തിക്കുന്ന ആളുകൾ അവരത് എന്തോ പ്രസംഗിക്കും. ഒരിക്കലും ആളുകൾ ഒരു സ്ഥലത്ത് പ്രസംഗിച്ചു കഴിഞ്ഞ് ഇങ്ങോട്ട് ഇറങ്ങിപ്പോ ഒരാളോട് പറയാ, അവിടെ ഇന്നലെന്ന് പറഞ്ഞ ഉദാഹരണമില്ലേ, അതുകൂടെ ഒന്ന് പറഞ്ഞിട്ട് നേരെ ഫസ്റ്റ് ഞാൻ ഓർക്കേണ്ട ദൈവമേ ഈ ഭയങ്കരന്റെ ഒരു കാര്യത്തിൽ എങ്ങനെ അനുതാപമില്ല. അനുതാപത്തിന് ഇതൊരു കലാപരിപാടിയായിട്ടായിരുന്നു ആസ്വദിക്കുന്നത്. ഈ ഹോമിയോപ്പറ്റിക്സ് പഠിച്ചിട്ടുള്ള ആളുകൾക്കറിയാം. എട്ടാം ക്ലാസ്സിൽ പഠിച്ചതിനും ഞങ്ങൾ ഒക്കെ കുറച്ച് പഠിച്ചിട്ടുണ്ട്. ഹോമിയോപ്പറ്റിക്സ് പ്രസംഗശാസ്ത്രം അത് പഠിച്ചിട്ടുള്ള ആളുകൾക്കറിയാം എങ്ങനെയാണ് ജനങ്ങളുടെ മുമ്പിൽ നിൽക്കേണ്ടത്, ജനങ്ങളെ സംബോധന ചെയ്യേണ്ടത് എങ്ങനെയാണ്. ഹോമിയോപ്പറ്റിക്സിലെ ഒരു വലിയ പോയിന്റാണ്, ഓഡിയൻസ് മുഴുവൻ തല്ലിക്കൊല്ലാൻ വന്നിരിക്കുന്നവരാണെങ്കിലും മഹാകുഴപ്പക്കാരാണെങ്കിലും അവരെ ബഹുമാനിച്ച് വിളിക്കാവുന്നു. ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, അതുകൊണ്ടാണ് താജ്മാരങ്ങനെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, ജെന്റിൽമെൻ അല്ലാത്തവരും ആ കൂട്ടത്തിലുണ്ട്. എന്നാലും ഇങ്ങനെ വിളിക്കാവുന്നു. പ്രസംഗശാസ്ത്രമാണ്. എന്നാൽ പ്രസംഗശാസ്ത്രം പഠിക്കാതെ ഒരിക്കൽ പ്രസംഗിക്കാൻ ഇറങ്ങിയ ഒരാളുണ്ട്. അദ്ദേഹത്തിന്റെ പേരാണ് ജോർജ് ബാപ്റ്റിസ്റ്റ്. അദ്ദേഹം ഇത് പഠിക്കാതിരുന്നത് ഭാഗ്യമായി. അദ്ദേഹം വിളിച്ചറിയാനറിയോ? സർപ്പസമൃദ്ധികളെ ആരെയാ വിളിച്ചത്? സാമാന്യക്കാരെയാണെന്ന് കാര്യമില്ലായിരുന്നു. മഹാപുരോഹിതന്മാര്, ശാസ്ത്രിമാര്, ജനത്തിന്റെ മൂപ്പന്മാര്, പരീശന്മാര്, സദൂക്യര്, സോൾജേഴ്സ്, പടയാളികള്, ഹെരോദ്യര് എന്ന് വേണ്ട വൻപിച്ച തലയെടുപ്പുള്ള ആളുകളെല്ലാം വന്നുകൂടി നിൽക്കുമ്പോൾ അടങ്കല ഒരു വിളി, അല്പസന്തതികളെ പൈസലോ. അതാണ് ദൈവം. അതുപോലെ തന്നെ ജനങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ പറയണമെന്ന് അതേ പ്രസംഗശാസ്ത്രത്തിലൊരു ധ്വനിയുണ്ട്. പ്ലീസിങ്, എല്ലാവർക്കും ഇഷ്ടമായിരിക്കണം. പൈസലോ. അതാണ് അന്ത്യകാലത്ത് പ്രസംഗശാസ്ത്രം കൂടുതൽ പ്രയോഗിക്കുമെന്നുള്ളതിന് പൗലോസിന്റെ ഒരു വാക്യം തെളിവാണ്. എന്താണ്? അന്ത്യകാലം വരുമ്പോൾ സ്വന്തം മോഹങ്ങൾ പൊക്കവണ്ണമുള്ള ഉപദേഷ്ടാക്കന്മാരെ പെരുക്കും എന്ന് പറഞ്ഞാൽ കേൾവിക്കാരന്റെ രസം എന്താണ് അതനുസരിച്ച് പ്രസംഗിക്കും. പൈസല്ലോ. അതേസമയം ദൈവം യോനായെ താർശീസിലേക്ക് അയച്ചപ്പോൾ പ്രസംഗശാസ്ത്രം അനുസരിച്ച് പ്രസംഗിക്കാനല്ല പറഞ്ഞത്. നീ പോയി നിനവയ്ക്ക് വിരോധമായി പ്രസംഗിക്കുവാൻ എസെക്കിയേലിനോട് പറയുമ്പോൾ കേട്ടാലും കേൾക്കാഞ്ഞാലും അവരോട് പറയുവാൻ, ജനത്തെ അനുതാപത്തിന് വേണ്ടി ഒരുക്കുവാൻ. അതാണ് ആവശ്യമായി. ദൈവത്തിന് നമുക്ക് അത് ഈ വാക്കുകളെ അവസാനിപ്പിക്കാം. നോഹ ശുദ്ധനായി ദൈവത്തെ നമസ്പ്രകാരം ആരാധിച്ചു. അവൻ ദൈവത്തിന്റെ കൽപ്പന പ്രകാരം ഒരു പെട്ടകം ഒരുക്കി. ഒരുക്കുമ്പോൾ തന്നെ അവൻ കണ്ടവരോടെല്ലാം പ്രസംഗിച്ചു. നോഹയുടെ പ്രസംഗത്തിന് പോയിന്റുകൾ തീരെ കുറവാണ്. ഈ പോയിന്റ്സ് അനുസരിച്ച് മാർക്ക് കിട്ടാറുള്ളത് നോഹ പാസ്വാർക്ക് പോലും കിട്ടുകയില്ല.
നോഹയുടെ പ്രസംഗത്തിന് ആരോ പറഞ്ഞിട്ടുണ്ട് 2 പോയിന്റേ ഉള്ളൂ. എവിടെ പ്രസംഗിച്ചാലും നോഹയ്ക്ക് പ്രസംഗം മാറ്റി പറയാൻ പോലും അറിയില്ല. ഇന്ന് പ്രസംഗിച്ചാൽ ആള് കഴിഞ്ഞു അത് തന്നെ 2 പോയിന്റ്. എന്നും ഒരു പുതുമയില്ലാത്ത പ്രസംഗം. നോഹയുടെ പ്രസംഗത്തിന് 2 പോയിന്റിലേ ഉള്ളൂ, അകത്തോ പുറത്തോ. നോഹയുടെ പ്രസംഗത്തിന് 2 പോയിന്റ്. പ്രളയം വരുമ്പോൾ നീ അകത്തോ പുറത്തോ. പൈസലോ മൂന്നാമതൊരു പോയിന്റില്ല, അകത്തിലേക്ക് പുറത്തുണ്ട്. പൈസലോ ഇത് 2 ഏതെങ്കിലും ഒന്ന് നിനക്ക് കിട്ടുമെന്ന്. പൈസലോ. അതുപോലെ തന്നെ നോഹയുടെ പ്രസംഗം വളരെ അർജന്റ് ആയിരുന്നു. ഉണ്ടോ? ചിലരുടെ പ്രസംഗം കേട്ടാൽ തോന്നും ഇന്ന് പറഞ്ഞതിന്റെ ബാക്കി 1995 ആകുമ്പോൾ ഞാനിവിടെ വരും എന്ന് ഞാൻ പറഞ്ഞോളാം. ആരും അങ്ങനെ വന്നില്ലെങ്കിലും ധ്വനി അങ്ങനെ തോന്നി ചിലരുടെ പ്രസംഗം കേട്ടത്. നോഹയുടെ പ്രസംഗം ഇന്ന് ശരിയായില്ലെങ്കിൽ നാളെ അതിന്റെ അവസ്ഥ എന്താകും ഞാൻ നോഹ ചോദിക്കുന്നു. ഭക്തനായ സൈമൺ സാർ തന്റെ വേദവിഹാരത്തിൽ എഴുതിയിരിക്കുന്ന ഒരു കവിത ഞാൻ പലപ്പോഴും വായിച്ച് സന്തോഷിച്ചിട്ടുണ്ട്. സൈമൺ സാർ അത് വ്യാഖ്യാനിക്കുന്നത് എങ്ങനെയാണ്? നമുക്കൊക്കെ പരിചയമാകുന്ന ഭാഷയിൽ അദ്ദേഹം ഒരു ഗ്രാമീണ ഭാഷയിൽ ആ ഭാഗം അവതരിപ്പിച്ചിരിക്കുന്നത്. അതായത് ഈ ഒരു കുടിലിൽ പാർക്കുന്ന ഒരു വ്യക്തി അവിടെ മണ്ണെണ്ണകളൊക്കെ കത്തിച്ചാണ് വെട്ടം കാണുന്നത്. അതുകൊണ്ട് ഒരു വീട്ടിലെ ഗൃഹനായിക വീട്ടിലെ ഒരു കുഞ്ഞിനെ വിളിച്ചിട്ട് മണ്ണെണ്ണ വാങ്ങിക്കാനായിട്ട് കടയിലേക്ക് വിടുക. ഞാൻ കുട്ടിയോട് പറയുന്നത്, നീ കട കൂട്ടുന്നതിന് മുമ്പേ പോയി എണ്ണ വാങ്ങിച്ചുകൊണ്ട് വരണം. കട കൂട്ടിയാൽ പിന്നെ കിട്ടുകയില്ല. അത് രാത്രിയിൽ നമ്മളെ ഇഷ്ടത്തിരിക്കേണ്ടി വരും. അതുകൊണ്ട് നേരത്തെ പോയി കട കൂട്ടുന്നതിന് മുമ്പേ വിളക്കിന്റെ എണ്ണ വാങ്ങിക്കണം എന്ന് പറയുന്ന ആ വെറും ലളിതമായ ഗ്രാമീണ അതേ വസ്തുതയാണ് അദ്ദേഹം നോഹയുടെ പ്രസംഗത്തോട് ചേർത്ത് അത് പറയുന്നു. കടമുട്ടും മുൻപേ വിളക്കിനെന്ന പടുതയായി വാങ്ങിച്ചു കൊണ്ടിതായി കൊടിയോരു രാത്രിയിൽ ദീപമെന്നേ ഇടരോടിരുളിൽ ഇരുന്നു പോകും. ഇടരെന്ന് പറഞ്ഞാൽ ദുഃഖമാണ്. രാത്രി വരുന്നതിന് മുമ്പേ വിളക്കിന്റെ എണ്ണ വാങ്ങിച്ചില്ലെങ്കിൽ കൊടിയ രാത്രി വരുന്നുണ്ട്, നീ അന്ധകാരത്തിലിരുന്ന് വിലപിക്കേണ്ടി വരും. എന്താണെന്ന് മനസ്സിലാകുന്നില്ല. എന്റെ വ്യാഖ്യാനം, മരണം വരും മുൻപ് മർത്യരെല്ലാം ശരിയാക്കിയിടണം നിജാത്മകാര്യം. മരണമാകുന്ന കരിമ്പടം നിന്നെ പുതപ്പിക്കുന്നതിന് മുമ്പ്, ഇതിൽ വന്നില്ലേ മൂടുന്നതിന് മുമ്പ് ആത്മാവിന്റെ കാര്യം നീ സാധിച്ചെടുക്കണം. നമ്മുടെ രക്ഷകൻ പറഞ്ഞത്, ആർക്കും പ്രവർത്തിക്കാൻ കഴിയാത്ത രാത്രി വരുന്നു. അതുകൊണ്ട് പകലുള്ളത്തോളം അയച്ചവന്റെ പ്രവൃത്തിയെ ചെയ്യുക. ആർക്കും പ്രവർത്തിക്കാൻ കഴിയാത്ത സമയം വരുന്നു. ധനവാൻ ആത്മലോകത്തിൽ ചെന്നിട്ട് 2 കാര്യങ്ങൾ അത് മരണത്തിന് ശേഷം നേടിയെടുക്കാൻ ശ്രമിച്ചു. ഒന്ന്, തനിക്ക് വേണ്ടി ആത്മരക്ഷ, തന്റെ സഹോദരന്മാരെ വിവരം അറിയിക്കുന്ന ജോലി. ഇത് 2ഉം സാധ്യമല്ലെന്ന് അതേ കർത്താവ് ഉപമയിൽ കൂടെ തെളിയിച്ചു. എല്ലാം മനസ്സിലായിട്ടും പിന്നെ അത് സാധിക്കുമെന്ന് പറഞ്ഞ് കഷ്ടപ്പെട്ട് നടക്കുക. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് പറയട്ടെ, ലോകം 2 ശരിയായി തിരിയുന്നു. ദൈവത്തെ അന്വേഷിക്കുന്നവരും അന്വേഷിക്കാത്തവരുടെ എണ്ണം കൂടുതലാണ്. ദൈവത്തെ ഒഴിവാക്കിക്കൊണ്ട് ഭൗതികത്തിന് മുൻതൂക്കം കൊടുത്ത് പോകുന്നവരുടെ നിരം വലുതാണ്. എന്നാൽ അത് ദൈവത്തെ അന്വേഷിക്കുന്നവരുടെ തലമുറ വളരെ നേരിയതാണ്. അവരുടെ വഴി ഇടുക്കമുള്ളതാണ്, അവരുടെ പാത ഞെരുക്കമുള്ളതാണ്, അതിലേക്ക് കടക്കുന്നവർ ചുരുക്കമാണ്. എങ്കിലും അവരുടെ കൂടാരങ്ങളിൽ ആരാധനയുടെ ധ്വനി വരുന്നു. ജീവിതമേ, കായേറിയ വർഗം ദൈവത്തെ കൂടാതെ പണിതീർത്ത പട്ടണങ്ങളും അവന്റെ കണ്ടുപിടുത്തങ്ങളും നേട്ടങ്ങളുമെല്ലാം പ്രളയക്കെടുതിയിൽ തകർന്ന് മണ്ണടിഞ്ഞു പോയ വിവരം ഇന്ന് രാത്രി ഞങ്ങളെ അറിയിക്കുന്നു. എന്നാൽ ദൈവത്തിന്റെ വ്യവസ്ഥ പ്രകാരം കെട്ടുപണി ചെയ്തത് അബ്രഹാമിനോട് ചോദിക്കൂ. അബ്രഹാം പാർത്തിരുന്ന ദേശത്തിന്റെ അധിപതിയായ അതേ ബാബിലോണിലെ സാമ്രാജ്യങ്ങൾ പണിതീർത്ത അവരുടെ മഹനീയ മന്ദിരങ്ങൾ മണ്ണടിഞ്ഞു പോയപ്പോൾ അബ്രഹാം നോക്കിയിറങ്ങിയ ആ ലക്ഷ്യം ദൈവം ശില്പിയായി നിർമ്മിച്ചത് അടിസ്ഥാനങ്ങളുള്ളതുമായ നഗരം. അത് മാൻമെയ്ഡല്ല, അത് മനുഷ്യനിർമ്മിതമല്ലായാൽ അത് നിലനിൽക്കുന്നു. മനുഷ്യകൈകളോട് കെട്ടപ്പെട്ടതെല്ലാം തകർന്നു പോകുന്നു.
ഇന്ന് രാത്രി കേട്ട വചനത്തിന് മുമ്പിൽ ഭൗതികത്തിന് മുൻതൂക്കം കൊടുക്കാതെ, ഭൗതിക പാറ്റിൽ ദൈവത്തെ മറക്കാതെ, ദൈവത്തോട് ചേർന്ന് നിൽക്കുവാൻ, നല്ലൊരു അന്തം പ്രാപിപ്പാൻ ഇന്ന് രാത്രി ഞാൻ നിങ്ങളെ ആഹ്വാനം ചെയ്യുന്നു. ദൈവവചനത്തിന്റെ മുമ്പിൽ സന്തോഷമുള്ളവരും ദൈവസന്നിധിയിൽ നന്ദിയുള്ളവരും എല്ലാവരും കരങ്ങളെ കർത്താവിൽ നിന്ന് വാഴ്ത്തട്ടെ. ഹല്ലേലൂയ. പൂർവപിതാക്കളാം അപ്പോസ്തലർ ദൂരവേ ദർശിച്ചി ഭാഗ്യദേശം ആകെ